7 വയസ്സായ പ്രഹ്ലാദൻ സഹപാഠികളോട് പാഠശാലയിൽ വെച്ച് സംസാരിക്കുന്നതാണല്ലോ രംഗം. അതെത്ര വിശേഷപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് കേട്ട് മനസ്സിലായി കാണും. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെയും ഭാഗവത കർത്താവ് വേദവ്യാസൻ്റെയും മഹാത്മ്യം, മഹിമ, ഔന്നത്യം. ഏത് രംഗമായാലും ആ രംഗത്തിൽ അധ്യാത്മമായിട്ടുള്ള സർവ്വ കാര്യങ്ങളെയും തൊടുത്തു വിട്ടുകൊണ്ടാണ് സംസാരവും പ്രതിപാദനവുമെല്ലാം. കുട്ടികളോട് പറയുകയാണ്, ഒരു വിധത്തിലുള്ള ദൂഷ്യമോ കോട്ടമോ കുറവോ കേട്ടിട്ടില്ലാത്ത ഭഗവാനെ നിങ്ങൾ ഭജിക്കണം. അപ്പോളേ ഈ വിട്ടുപോകുന്ന എന്താ വിട്ടുപോണേ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് 4 പുരുഷാർത്ഥമാണ്. അതിൽ ധർമ്മവും വിട്ടു, മോക്ഷവും വിട്ടു. അർത്ഥകാമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത്. ലക്കും ലഗാനവുമില്ലാതെ എന്ത് കാട് കാട്ടിയിട്ടും പണം സമ്പാദിക്കുക, കിട്ടിയ പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും അങ്ങനെ അനുഭവിക്കുക, ഭുജിക്കുക. ഇത് മാത്രമാണ് ഈ അർത്ഥം, കാമം എന്ന് പറഞ്ഞാൽ. അത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് പറയണതാണിത്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞതം. ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഈ ശ്ലോകമൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ എന്താ പറയുക ഞാനത്, ആ മനസ്സിലുണ്ടാവുന്ന ഒരു ബോയൻസി ഉണ്ടല്ലോ, ദേഹമൊക്കെ ഇല്ലയെന്നാണ് തോന്നുക. വിശേഷപ്പെട്ട ഒരു ആകാശസമമായിരിക്കുന്ന ഒരു ഭാവമാണ്. ഓരോ പദത്തിനും നമ്മളെ ഉയർത്തിവിടാനുള്ള ശക്തിയുണ്ട്, മഹാത്മ്യമുണ്ട്, അർത്ഥഗാംഭീര്യമുണ്ട്, ഭാവസമ്പന്നതയുണ്ട്, വിചാരദീപ്തിയുണ്ട്, ജ്ഞാനപ്രഭാവമുണ്ട്. അത്ര വിശേഷപ്പെട്ടതാ. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാ. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് നിങ്ങൾ അസുരക്കുട്ടികളാണെന്ന്. ഇവിടെ ദ്വിജനായി ജനിക്കണമെന്നോ ദേവത്വം കൈവരണമെന്നോ മഹർഷിമാരും ആവണം, ഋഷിത്വം, വാ അസുരാത്മജാ, ഇതൊന്നും വേണ്ട. പ്രീണനായ മുകുന്ദസ്യ, എന്തിന്? മോക്ഷദാതാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രീണനായ, ഇതൊന്നും ആവശ്യമില്ല. ന വൃത്തം ന ബഹുജ്ഞത. നല്ല ഒരു തൊഴിൽ വേണം, പ്രൊഫഷണലായിട്ട് കേമനാവണം. ബഹുജ്ഞത, ധാരാളം വായിച്ചും കേട്ടും പഠിച്ചും അറിവ് ധാരാളം വേണം. അങ്ങനെയില്ല. ന ദാനം ന തപോനേജ്യ. ഇതുകൊണ്ട് അയ്യോ മുഴുവനും ഇല്ല. തപസ്സുണ്ട്, തപപ്രഭാവമുണ്ട്. ഇപ്പോൾ ധ്രുവൻ തപസ്സുകൊണ്ട് മാത്രമാണല്ലോ മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തിയത്, വേറെ ഒന്നുമില്ല ധ്രുവൻ്റെ കയ്യിൽ. ന തപോനേജ്യ, വാരിക്കോരി ദാനം ചെയ്യുക. അങ്ങനെ ദാനശീലത്വമുണ്ടെങ്കിലോ അതിന് വല്ല പ്രാമുഖ്യം കിട്ടുമോ ഈ ഹരിസന്നിധിയിൽ? നേജ്യ, യജ്ഞയാഗങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ധാരാളം മുതലും സ്വത്തും അനുഷ്ഠാനവും എല്ലാം ചെലവാക്കി ചെയ്യുന്ന യാഗയജ്ഞാദികൾ. ന ശൗചം, വൃത്തി വെടുപ്പ് അതിൽ പരമാവധി. ന വ്രതാനിച, പല വിധത്തിലുള്ള വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കുണ്ട്, അതൊക്കെ അനുഷ്ഠിക്കണം. അങ്ങനെയുണ്ടോ? പ്രിയതേ അമലയാ ഭക്തിയാ ഹരി അന്യത് വിഡംബനം. പ്രിയതേ അമലയാ ഭക്തിയാ ഹരി അന്യത് വിഡംബനം. ശ്രീഹരിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ഭക്തി മാത്രമേ വേണ്ടൂ. ശുദ്ധ നിർമ്മലമായ ഭക്തി. ഈ ഭക്തി എന്ന് പറയുന്നത് എന്താ? അത് ശരീരത്തിൽ നിന്നൊന്നും ജനിക്കുന്നതല്ല, വീടുകളിൽ നിന്നും ജനിക്കുന്നതല്ല. ഭക്തി ജനിക്കണതോ വളരണതോ എവിടെയാ? മനുഷ്യൻ്റെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. അപ്പം ഭക്തിയുടെ പൂർണ്ണ ഉത്പത്തി സ്ഥാനം പേറ് നടക്കുന്നവരാണ് ഓരോ മനുഷ്യനും, പുരുഷനായാലും സ്ത്രീ ആയാലും. അങ്ങനെ ഈശ്വരനോട് തോന്നുന്ന ആ സ്നേഹഭാവമുണ്ടല്ലോ, ആശ്രയഭാവമുണ്ടല്ലോ, അതിലേത് ഭാവം വേണമെങ്കിലും നമുക്ക് ആവാം. പക്ഷേ ഈശ്വരനായിരിക്കണം ആ ഭാവത്തിന് പാത്രം എന്നേ ഉള്ളൂ. അമലയാ ഭക്തിയ ഹരിഹി പ്രിയതേ അന്യത് വിഡംബനം. ബാക്കി ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വെറും കാട്ടിക്കൂട്ടലാണ്. ഇതാണ് പറയണത്. ഇങ്ങനെ സർവം
എത്രയോ കേമം, ശ്രേഷ്ഠം, ദിവ്യം, ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സർവ്വ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും എല്ലാറ്റിനെയും പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് സംസാരിക്കുക. ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുണ്ടായി, ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ഈ ശ്രീമദ് ഭാഗവതത്തിൽ അടിമുടി ധർമ്മം എന്താണെന്ന് തൊലി ഉരിച്ച് വെളിപ്പെടുത്തുകയാണ് ഞങ്ങളെന്ന്. തൊലി ഉരിച്ച് വെളിപ്പെടുത്തുന്നു. വേദങ്ങൾ വിധിക്കുന്ന യാഗയജ്ഞാദ്യ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഹരിയെ തൃപ്തിപ്പെടുത്താനുള്ള ശക്തിയില്ല. പിന്നെ എന്തിനാ ഉള്ളത്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന ഭക്തി എന്ന് പറയുന്ന ആ സ്നേഹമസൃണതയുണ്ടല്ലോ, അതാണ് ഇവിടെ പ്രധാനം. ബാക്കിയുള്ളതൊക്കെ വെറും കാട്ടിക്കൂട്ടൽ. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ എന്തു വേണം? തതോഹരൗ ഭഗവതി ഭക്തിം കുരുത ദാനവാഹ ആത്മൗപമ്യേന സർവത്ര സർവഭൂത ആത്മനീശ്വരേ. ഈ ഭാഗവതം ഇങ്ങനെയാണ് ഭക്തജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് തേടേണ്ടത്? ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ എങ്ങോ അകലെയുള്ള മനുഷ്യരെ പോലെയുള്ള ശരീരത്തോടു കൂടി ഒരു കൂട്ടനാണെന്നാണ് വിചാരിക്കുക. അങ്ങനെയൊന്നുമല്ല. തതോ ഹരൗ ഭഗവതി, ഭഗവാനായിരിക്കുന്ന ഹരിയിൽ ഭക്തിം കുരുത ദാനവാഹ. ശ്രീഹരിയിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവട്ടെ. ഹരിയെ പാത്രമാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ ഭക്തി അങ്ങോട്ട് വളർത്തൂ. എന്നിട്ട് ഹരിയെ നിങ്ങളുടെ ഭക്തി കൊണ്ട് ഇങ്ങനെ പുരട്ടി എണ്ണ പുരട്ടുന്ന മാതിരി ഹരിയിൽ അങ്ങോട്ട് പുരട്ടുക. ആത്മൗപമ്യേന സർവത്ര സർവഭൂത ആത്മനി ഈശ്വരേ. ഈ ഭഗവാൻ എന്ന് പറയുന്നത് ആരാ, എന്താ? സർവഭൂത ആത്മനി, എല്ലാ ഭൂതങ്ങളിലും ഞാൻ എന്ന് പറയുന്ന വാക്കിന് നിദാനമായിരിക്കുന്ന ആ സാന്നിധ്യം, അതാണ് ഭഗവാൻ. ഈശ്വരേ, അദ്ദേഹമാണ് ഈ എല്ലാറ്റിനെയും നിയന്ത്രിച്ച് ഈശ്വരസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആത്മൗപമ്യേന സർവത്ര, ആ ഭഗവാനെയാണ് ആത്മാ എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മ. ആ ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ് ഭഗവാൻ ബ്രഹ്മം എന്ന് മുമ്പേ സൂതൻ എല്ലാവരെയും വിളിച്ചു പറയുണ്ടായി. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് മുമ്പേ പറഞ്ഞുല്ലോ. പ്രഹ്ലാദൻ പറയാണ്, കേട്ടോളൂ. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? അത് ആർക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. അത് വളരണം. വളർന്ന ആ ഭക്തി പൂർണ്ണമാകുന്നതോ സമ്പന്നമാകുന്നതോ എപ്പോഴാണ്? വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. കുട്ടി 7 വയസ്സായ കുട്ടി, അതും അസുരപുത്രൻ. ഏതാവാനേവ ലോകേസ്മിൻ, ഈ ലോകത്തിൽ ഏതാവാനേവ, ഇത്ര മാത്രമാണ് മനുഷ്യന് എല്ലാം കൂടി കിട്ടാനുള്ള സർവസ്വം. പുംസഃ സ്വാർത്ഥഃ പരസ്മൃതഃ, മനുഷ്യന് എന്താണോ ആവശ്യം, എന്തുകൊണ്ടാണോ അയാൾക്ക് നിറവും തികവും വരിക, അങ്ങനെ തന്നെ തൃപ്തിപ്പെടുത്തി പൂർണ്ണമാക്കി അഭിഷേകം ചെയ്യുന്ന ആ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ. ഏകാന്തഭക്തിർഗോവിന്ദേ ഒന്ന് പറയൂ എല്ലാവരും കൂടി. ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. യത് സർവത്ര തദീക്ഷണം. ഇത് മനസ്സിലാവാൻ ഞാൻ എന്താ വേണ്ടേ? ഏകാന്തമായിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മുറിവോ വിടവോ തുടർച്ചയില്ലായ്മയോ വരാത്ത ഭക്തിന്ന്. അപ്പോൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഭക്തനാവണം. നിങ്ങളുടെ മനസ്സിലും വായിലും സംസാരത്തിലും എല്ലാറ്റിലും ഭക്തിയെ ഉണ്ടാകാവൂ. അങ്ങനെ സമ്പൂർണമായിരിക്കുന്ന ഒരു ഭക്തിവ്യാപ്തി എന്താണത്, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യത് സർവത്ര തദീക്ഷണം, എല്ലായിടത്തും ആ ഭഗവാനെ കാണുക. അപ്പം ഇങ്ങനെ കാണുന്നതിന് പൂജ വേണോ? വേണ്ട. അനുഷ്ഠാനങ്ങൾ വേണോ? വേണ്ട. പിന്നെ എന്താ വേണ്ടത്? മനസ്സിനും ഹൃദയത്തിനും ശുദ്ധത, സാരല്യം ഒരു പക്ഷേ ആവശ്യമാണ്. ഭഗവാനോട് സ്നേഹം തോന്നണം. എൻ്റെ ഭഗവാൻ സാർവത്രിക പരിലസിക്കുന്ന ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എൻ്റെ ഭക്തിയും സർവത്രയാണ്. ഞാൻ ആരാധിക്കുന്ന ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആ ഭഗവാനെ കാണാൻ വേണ്ടി എനിക്ക് എവിടേക്കെങ്കിലും പോകണോ? പോണ്ട.
കാണുന്നതൊക്കെ ഭഗവാൻ തന്നെ എന്ന് തോന്നി ഭഗവാനെ എല്ലാറ്റിലും കാണുക. യത് സർവത്ര തദീക്ഷണം. അപ്പോൾ ഭഗവത് ഭക്തി എന്ന് പറയുന്നത് ഭഗവത് വീക്ഷണമാണ്. ഭഗവാനെക്കുറിച്ചുള്ള ഒരു വീക്ഷണം, ഒരു സാക്ഷാത്കാരം, അത് എല്ലാ ദിക്കിലും കാണണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് ആചാര്യന്മാർക്ക് അറിയാനിടവന്നു. നീ ചെയ്യണത് എന്താണ്, ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അവസാനം പിന്നെയും കൂട്ടിക്കൊണ്ടുപോയി. ആരുടെ അടുത്ത്? അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ മൂന്നാമത്തെ തവണ ചോദിക്കാൻ വളരെ മുൻകരുതലോട് കൂടിയിട്ടാണ്. 2 തവണ ഉണ്ടായ തിക്താനുഭവങ്ങളൊക്കെ നമ്മളെ അറിയാം. മൂന്നാമത് ചോദിക്കുമ്പോൾ നീ ഇത്രയധികം ശ്രീഹരിയെ മുറുകി പിടിച്ച് ആരാധിച്ച് എപ്പോൾ നോക്കിയാലും ഹരേ ഹരി 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 എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഈ ഹരി എൻ്റെ ശത്രുവാണ്, ഞാൻ ഹരിക്കും ശത്രുവാണ്. നീ ആരുടെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചോ ആ അച്ഛൻ്റെ ശത്രു, അച്ഛനെ ശത്രുവായി കാണുന്ന ശ്രീഹരി, ആ ഹരിയുടെ പേര് എൻ്റെ മുൻപിൽ നിന്ന് ആണയിട്ട് പറയാൻ നിനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇതെങ്ങനെയാണത്? നിനക്ക് വയസ്സ് 7 ആയിട്ടുള്ളൂ. ഞാനാണെങ്കിലോ കരിമ്പന പോലെ വളർന്നിട്ടുള്ള ഒരു അസുര ചക്രവർത്തിയാണ്. എൻ്റെ മീശയും കയ്യിലുള്ള വാള്, പരിച, ഗദ, അമ്പ്, വില്ല്, കുന്തം, കോല്, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ. കരിമ്പന പോലെ ഒരാളാ കണ്ടാൽ ആ അച്ഛൻ്റെ മുൻപിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ അച്ഛനെ പുല്ലാക്കിക്കൊണ്ട് നീ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് സാധാരണ 7 വയസ്സായ ഒരു കുട്ടിക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ലാതെ. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, നിനക്ക് എങ്ങനെയാണ്, എവിടുന്നാണ് ഇത്രയധികം ശക്തിയും ബലവും കിട്ടിയത് അച്ഛനെ ധിക്കരിക്കാൻ? ന കേവലം മേ ഭവതശ്ച രാജൻ സവൈബലം ബലിനാം ചാപരേഷാം പരാവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ ഏനവശം പ്രണീതാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? നമുക്ക് അച്ഛനോട് ആദരവ് വേണം, അമ്മയോടും വേണം ആദരവ്, എല്ലാം ശരി. പക്ഷേ ഈ അച്ഛനമ്മമാർ നല്ലത് പഠിപ്പിക്കണം കുട്ടികളെ. അവരുടെ അധികാരം എനിക്ക് ജനിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പൊല്ലാത്തത് പഠിപ്പിക്കണമെന്നിരിക്കട്ടെ. ആ കുട്ടിയുടെ മനസ്സിൽ ഇത് പൊല്ലാത്തതാണെന്ന് തോന്നിയാൽ അവൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ധർമ്മം. അച്ഛൻ പറയണത് കേൾക്കാൻ പറ്റില്ല. നല്ലോണം പോലെ പറഞ്ഞു, നല്ലത് പറഞ്ഞു, നിരുപദ്രവമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ സമ്മതിക്കാം. ഭഗവാനെ എതിർത്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, എല്ലാവിധത്തിലുള്ള ദുഷ്ടത, തന്നെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തത് ഈ അച്ഛൻ. മകനെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനെയൊക്കെ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, വിഷം കലർത്തി കൊടുക്കുക, പർവ്വതത്തിലിട്ട് ഉരുട്ടുക, വെള്ളത്തിൽ കല്ല് കെട്ടി താത്തുക, തീയുടെ ഉള്ളിൽ എറിയുക, വെയിലത്ത് ഉണക്കുക, ഇങ്ങനെ പലതുമൊക്കെ ചെയ്തുല്ലോ. ഇതേതെങ്കിലും ഒരു അച്ഛൻ ചെയ്യുമോ? അച്ഛൻ രക്ഷിക്കുന്നവനോ അതോ ശിക്ഷിക്കുന്നവനോ? ഒരു ചോദ്യമുണ്ട്. അപ്പം പിതാവ് പിതൃധർമ്മം പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് പിന്നെ പുത്രൻ്റെ അടുത്ത് പുത്രധർമ്മം അവകാശപ്പെടാൻ ഒരവകാശവും ഇല്ല, ഒരധികാരവും ഇല്ല. ധർമ്മം എന്ന 2 അക്ഷരമുണ്ട്. ആ ധർമ്മമാണ് എല്ലാ ബന്ധങ്ങളെയും പൊരുത്തപ്പെടുത്തി കൂട്ടിക്കൊണ്ടുപോകുന്നത്. അച്ഛൻ്റെ സ്ഥാനം, മാനം, പിതൃസ്ഥാനം കൊണ്ടു നടക്കണം. രാജാവാണെങ്കിൽ രാജസ്ഥാനം കൊണ്ടു നടക്കണം. അമ്മയാണെങ്കിൽ അമ്മയുടെ ഭാവത്തിൽ നിന്ന് സംസാരിക്കണം, പ്രവർത്തിക്കണം. അവരൊക്കെ താളം തെറ്റിയെന്നുണ്ടെങ്കിൽ താളം തെറ്റാത്ത ഒരു പെരുമാറ്റം കുട്ടികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കെട്ടിയ ഭാര്യയെപ്പോലും അപമര്യാദ കാണിച്ചു, തെറ്റായി പെരുമാറുന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മനസ്സ് അത് സമ്മതിച്ച് ഒരിക്കലും സ്വീകരിക്കില്ല. പുറമേ പറയില്ലായിരിക്കാം അവർ, മാനത്തിന് വേണ്ടിയിട്ടോ പേടിച്ചിട്ടോ, പക്ഷെ അവരുടെ മനസ്സത് സമ്മതിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാവരുടെയും പെരുമാറ്റത്തിനുള്ള ആ സൗഷ്ഠവം, ധർമ്മം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അച്ഛൻ മകൻ്റെ മുൻപിൽ മര്യാദ കെട്ട്, സ്നേഹം കെട്ട്, ശത്രുതയ്ക്ക് വിധേയമായി എല്ലാ വിധത്തിലും കൊല്ലാൻ താനല്ല പലരെയും ചട്ടം കെട്ടിയിട്ടുള്ള ഒരു പിതാവിന് പിന്നെ ഈ മകൻ്റെ അടുത്ത് നിന്ന് എന്ത് കൂറും എന്ത് കടപ്പാടുമാണ് പ്രതീക്ഷിക്കാൻ പറ്റുക? ന കേവലം മേ ഭവതശ്ച രാജൻ സവൈബലം ബലിനാം ചാപരേഷാം. ന കേവലം മേ ഭവതശ്ച രാജൻ. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ,
എന്നെ ധിക്കരിക്കാൻ മാത്രമുള്ള ബലം, ശക്തി നിനക്ക് എവിടുന്നാന്ന്? എനിക്ക് പറയാനുള്ളത് വയസ്സ് 7 ആയിട്ടുള്ളൂ. ഞാൻ ഇതുവരെയായി കണ്ടും കേട്ടും മനസ്സിലാക്കി അനുഭവിച്ചിട്ടുള്ള കാര്യം പറയാം. എന്ന കേവലം എനിക്ക് മാത്രമല്ല ബലം, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ബലം നൽകുന്നത് ഒരൊറ്റ കേന്ദ്ര. അച്ഛന് പോലും ബലവും കേന്ദ്രവുമായിട്ടുള്ളത് അത് തന്നെയാണ്. അച്ഛൻ്റെ കേന്ദ്രം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ ദൂഷ്യ? പരാപരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ ഏനവശം പ്രണീതാ. ഈ ലോകത്തെ സൃഷ്ടിച്ച ബ്രഹ്മാവുണ്ടല്ലോ, ആ ബ്രഹ്മാവടക്കം എല്ലാവരും ഒരു പരമശക്തിയുടെ വശത്തിൽ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആരായാലും എല്ലാവർക്കും കൂടി ബലം നൽകുന്ന ഒരേ ഒരു കേന്ദ്രം മാത്രമേ ഉള്ളൂ. വ്യക്തം ത്വം മർത്തുകാമോസി യോതിമാത്രം വികഥസേ മുമുർഷൂണാം ഹി മന്ദാത്മൻ നനുസ്യുർ വിപ്ലവാഗിരാ. വ്യക്തം ത്വം മർത്തുകാമോസി, ഇതങ്ങോട്ട് കേട്ടപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ, അസുര ചക്രവർത്തിയുടെ മനസ്സിൽ തോന്നുന്നതാണ്, വളരെ വ്യക്തമായി എൻ്റെ മോനെ, ഇനി നിന്നെക്കുറിച്ച് എനിക്ക് യാതൊരു വിധത്തിലും ആലോചിക്കേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതങ്ങോട്ട് ചെയ്യാം. ഇനി മകൻ അച്ഛൻ എന്നൊരു ബന്ധം നമ്മൾ തമ്മിലില്ല, അത് വേണ്ടേനും. എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. എൻ്റെ ചോദ്യത്തിന് നീ മറുപടി തന്നില്ലേ, ആ മറുപടിയിൽ നിന്ന് വ്യക്തം ത്വം മർത്തുകാമോസി, എന്താ വ്യക്തമായിരിക്കുന്നത്? നീ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മരണത്തിന് പേടിയില്ലാതെ മരിക്കാൻ തയ്യാറായിട്ടാണ് നിൻ്റെ ജന്മത്തിന് കാരണമായി നിന്നെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനോട് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. യഹ അതിമാത്രം വികഥസേ, ഒരു മകന് പറ്റാവുന്ന ഭാഷയോ ചെല്ലാവുന്ന അതിർത്തിയോ സംസാരിക്കാവുന്ന രീതിയോ ഒന്നുമല്ല നീ പ്രകടമാക്കിയിരിക്കുന്നത്. അതിമാത്രം വികഥസേ മുമുർഷൂണാം ഹി മന്ദാത്മൻ നനുസ്യുർ വിപ്ലവാഗിരാ. മുമുർഷൂണാം ഹി മന്ദാത്മൻ, മരിക്കാറായിട്ടുള്ളവർ മാത്രമേ ഇങ്ങനെ സംസാരിക്കൂ. അവരുടെ വാക്കൊക്കെ പിഴച്ചു എന്ന് വരും, താളമൊക്കെ തെറ്റിപ്പോയി എന്ന് വരാം. അപ്പോൾ ആ മരണം അടുത്തിട്ടുള്ള ഒരു മനുഷ്യന് ആ മരണപ്പാച്ചലിൻ്റെ ഉള്ളിലാണ് നീ സംസാരിക്കുന്നത്. യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വര ക്വാസൗ യദ്സ സർവത്ര കസ്മാത് സ്തംഭേ ന ദൃശ്യതേ. പല കാര്യങ്ങൾ കൂടി ചുരുക്കി ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുക. യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വര. ഈ ജഗത്തിന് മുഴുവൻ ആധിപത്യം പുലർത്തിക്കൊണ്ട് ദിക്പാലന്മാരും എല്ലാവരും ഞാനടക്കം എന്ന് നീ പറഞ്ഞു, എല്ലാവർക്കും കൂടി ആശ്രയമായ ഒരു ബലമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. ഞാനല്ലാത്ത ഒരു ജഗതീശ്വരൻ, എൻ്റെ അനുഭവത്തിലും അഭിപ്രായത്തിലും ആവശ്യത്തിലും ഞാനാണ് ഈ ജഗത്തിനെ ഭരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനല്ലാത്തൊരു ഈശ്വരൻ നീ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവകാശപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ പോയി കഴിഞ്ഞു അച്ഛൻ മകന്. ഞാൻ എന്തു വേണമെങ്കിൽ ഇനി പറയുന്നു എന്നോട്. ക്വാസൗ, എവിടെയാടാ നിൻ്റെ ബലം? ആരാണ് നിനക്ക് ഈ ശക്തി തരുന്നത്? ക്വാ, എവിടെ? വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, കണ്ണിന് മുൻപിൽ കാണിച്ചു തരണം. ആരാണ് നിനക്ക് ബലം നൽകുന്നത്? നിൻ്റെ ശക്തി കേന്ദ്രം എവിടെ? നീ പറയുന്നുണ്ടല്ലോ പരമകല്യാണ നിധിയായ ശ്രീഹരി ശ്രീഹരി. ആരാണ് നിൻ്റെ ശ്രീഹരി? എവിടെയാണവൻ? യതി സർവത്ര, എല്ലാ ദിക്കിലുമുണ്ടച്ച. എൻ്റെ ഹരി ഇല്ലാത്ത സ്ഥലമില്ല, സർവസ്ഥലത്തിലുമുണ്ട്. അപ്പോൾ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് പ്രത്യേകം ചൂണ്ടിക്കാണിക്കണ്ട, എല്ലാ ദിക്കിലുമുണ്ട്. കസ്മാത് സ്തംഭേന ദൃശ്യതേ. എന്നാൽ ഈ തൂണിലുണ്ടോ? ഉണ്ടോ? ഉവ്വ് എന്നാ പറഞ്ഞത്. 7 വയസ്സായ കുട്ടി ആണയിട്ട് പറയുന്നു, എനിക്ക് ആധാരമായി ശക്തി നൽകുന്ന, എൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും ഭക്തിക്കും പാത്രമായിരിക്കുന്ന ശ്രീഹരി, ആ പരമശക്തി എല്ലാ ദിക്കിലുമുണ്ട്. എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്ന് സംശയം കൂടാതെ ഈ 7 വയസ്സുകാരൻ പറഞ്ഞു. നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും വയസ്സായിട്ടുണ്ടാവും, 70 വയസ്സായവരും ഉണ്ടാവാം,
നിങ്ങൾ പറയൂ, നിങ്ങളിങ്ങനെ പറയോ? 70 വയസ്സായി, ഇക്കണ്ട കാലമായി ഭഗവാനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, പ്രണമിക്കുന്നു, നമസ്കരിക്കുന്നു, പ്രസാദം മേടിച്ച് കഴിക്കുന്നു, പലതും ഉണ്ട്. എന്നാലും ഞാൻ ഉപാസിക്കുന്ന ഈശ്വരൻ എല്ലാ ദിക്കിലുമുണ്ട് എന്നൊരു വാക്ക് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉടനെ ചോദിക്കുകയാണ്, ഈ തൂണിലുണ്ടോ എന്ന്. ആരാ ചോദിക്കുന്നത്? ഹിരണ്യകശിപു. കയ്യിൽ വാളുണ്ട്. അവൻ്റെ കഴുത്ത് മുറിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഈ ചോദ്യോത്തരം. ഭക്തിയുള്ളവരുടെ മനസ്സ് കുലുങ്ങില്ല കൂട്ടരെ, കുലുങ്ങില്ല. അപ്പുറത്ത് നിൽക്കുന്നത് ആരായാലും കൊള്ളാം. മഹാരാജാവോ, അസുരചക്രവർത്തിയോ, അച്ഛനോ, കല്യാണം കഴിച്ച ഭർത്താവോ, ഭാര്യയോ, ആരോ ആയിക്കോട്ടെ, ഭക്തി മനസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ മുൻപിൽ മാത്രമേ ഉള്ളൂ വിനയം. യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര ക്വാസൗ യദി സ സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യതേ സോഹം വികഥമാനസ്യ ശിരക്കായാധരാമിതേ ഗോപായതേ ഹരിസ്ത്വാദ്യ യസ്തേ ശരണമീപ്സിതം ഏവം ദുരുക്തൈർമുഹുരർദയൻ രുഷാ സുതം മഹാഭാഗവതം മഹാസുരഃ ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാത് സ്തംഭം തദാട അതിബലസ്വമുഷ്ടിനാ. നിങ്ങളെന്നെ എടുത്ത് വായിക്കിനപ്പാ, വായിക്കിൻ. ഈ കല്ല് പോലെ ഉണ്ടക്കരി പിരിച്ചിരിക്കുന്ന മനസ്സ് ഒന്ന് തെളിയട്ടെ, ഇങ്ങോട്ട് ഒന്ന് ഉരുകട്ടെ. മനസ്സിനെ ഉരുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ മരുന്നുള്ളത്? മരുന്നൊക്കെ കഴിച്ചാൽ വയറ്റിലേക്കാണ് പോവുക. ശരീരത്തിൻ്റെ ഭാഗങ്ങളിലാണിത് പ്രവേശിക്കുക. മനസ്സിൽ പ്രവേശിക്കുന്ന മരുന്ന് എവിടെയാണ് കൂട്ടരെ? ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ? മനസ്സിനെ ഉരുക്കണമെങ്കിൽ അതിന് ശാസ്ത്രം തന്നെ വേണം, തത്വവിചാരം തന്നെ വേണം, ഭാവനകൾ തന്നെ വേണം. വേറെ ഒന്നും പറ്റില്ല. തോന്നണം. പല വിധത്തിലുള്ള വികാരങ്ങളും എല്ലാം കൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കാൻ തോന്നണം. കയ്യിലൊരു പുഷ്പം വേണ്ട, ഒരു പിടി അക്ഷത വേണ്ട, മുൻപിലൊരു ചിത്രം വേണ്ട, ഒരു വിഗ്രഹവും വേണ്ട. നിങ്ങളുടെ മനസ്സും ബുദ്ധിയും മാത്രമാണ് വേണ്ടത്. മനസ്സിലുള്ള വിചാരങ്ങൾ, ഭാവങ്ങൾ, ബുദ്ധിയിലുള്ള ആലോചനകൾ. ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ വായിച്ച് ഞാൻ പറയുമ്പോൾ എന്താ അവിടെ ചെയ്യുന്നത്? ഇതിന് സമാനമായിട്ടൊരു പൂജയുണ്ടോ? ഇതിന് സമാനമായിട്ടൊരു ആരാധനയുണ്ടോ? ഇതാണല്ലോ നമ്മുടെ ഉള്ളിൽ കിടന്ന് ആ മനസ്സെ ഇങ്ങനെ മഥനം ചെയ്യാണ്, തൈര് കടയുന്ന പോലെ. കടഞ്ഞ് അതിൽ നിന്ന് നവനീതം വരുന്ന പോലെ തൈരിൽ നിന്ന് നിങ്ങൾ എന്താവശ്യപ്പെടണോ അതവിടെ നിന്ന് ഉണ്ടാവും. ഇങ്ങനെ അങ്ങേയറ്റം പ്രകോപിതനായി പലതരത്തിലുള്ള ദുര്യുക്തികളും തോന്നിവാസങ്ങളും അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഈ ഹിരണ്യകശിപു ചക്രവർത്തി ഉണ്ടല്ലോ, പ്രഹ്ലാദൻ്റെ അച്ഛൻ, സോഹം വികഥമാനസ്യ ശിരക്കായാത് ഹരാമിതേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഈ കുട്ടിയുടെ ശിരസ് ശരീരത്തിൽ നിന്ന് അറുത്ത് ഞാൻ വേറെടുത്താമെന്ന്. ഹരാമിതേ ഗോപായതേ ഹരിസ്ത്വാദ്യ യസ്തേ ശരണമീപ്സിതം. നിങ്ങൾക്കൊരു പേടിയും ആവശ്യമില്ല അച്ഛൻ അറക്കാൻ പുറപ്പെട്ടാലും. നിന്നെ രക്ഷിക്കാൻ ഹരി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നെപ്പോലും രക്ഷിക്കുന്നത് ഹരിയാണെന്നല്ലേ നിൻ്റെ വാദം? അപ്പം ഞാൻ അറക്കാൻ പുറപ്പെട്ടാൽ അത് തടുക്കേണ്ട ആവശ്യം എന്താ? ഒന്നും വേണ്ട, ഞാൻ എൻ്റെ അറവ് അങ്ങോട്ട് കഴിക്കും. നിന്നെ രക്ഷിക്കാൻ, ഗോപായതേ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹരി ഉണ്ടെങ്കിൽ, എല്ലാവരുടെ മുകളിലും എല്ലാറ്റിനും ഉപരിയായി നിൽക്കുന്ന ഒരു ബലമുണ്ടെങ്കിൽ ആ ഹരി ഇങ്ങോട്ട് ഇറങ്ങി വന്ന് രക്ഷിക്കട്ടെ. ശരണമീപ്സിതം, നീ ഹരിയെ ശരണം പ്രാപിച്ചോ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരച്ഛൻ സംസാരിക്കുന്നതാണത്. സോഹം വികഥമാനസ്യ ശിരക്കായാത് ഹരാമിതേ ഗോപായതേ ഹരിസ്ത്വാദ്യ. നിന്നെ ഈ ഹരി വന്ന് രക്ഷിക്കട്ടെ. യസ്തേ ശരണമീപ്സിതം ഏവം ദുരുക്തൈർമുഹുരർദയൻ രുഷ സുതം മഹാഭാഗവതം മഹാസുര. ഇങ്ങനെയുള്ള അട്ടഹാസങ്ങളോടുകൂടി ദുര്യുക്തികൾ വർഷിച്ചുകൊണ്ട് മഹാസുര, ആ മഹാനായ അസുരൻ, സുതം മഹാഭാഗവതം, മഹാഭാഗവതനായിരിക്കുന്ന സുതൻ മകൻ
മഹാഭാഗവതൻ. സാധാരണ ഭാഗവതന്മാരല്ല, പ്രായമായിട്ടൊക്കെയാണ് ഭഗവത് ഭക്തി മനസ്സിൽ മുഴുത്തു വരിക. ഇത് 7 വയസ്സായ കുട്ടിക്കാണ് ഇങ്ങനെ അങ്ങേയറ്റം മുഴുത്തിട്ടുള്ളൊരു ഭക്തി കാണുന്നത്. അവനെ എന്തെല്ലാം ചെയ്തു ഇതിനിടയിൽ, ചെയ്യാത്തതൊന്നുമില്ല. ആ ചെയ്തപ്പോഴൊന്നും ഒരു കൂസലില്ലാതെ, ചുണ്ടനങ്ങാതെ, കൈ പൊന്തിക്കാതെ, അനക്കം കൂടാതെ, ഒരു പരിഭവമില്ല, ഒന്നുമില്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ പോലും ഇല്ലാത്ത കുട്ടി. ആ ആളെ പിന്നെ എങ്ങനെ ചിത്രീകരിക്കണം? മഹാഭാഗവതം സുതം, അങ്ങേ അറ്റത്തെ ഭാഗവതനായിരിക്കുന്ന ആ സുതനെ ഖഡ്ഗം പ്രഗൃഹ്യ ഉത്പതിതോ വരാസനാത്. അവിടെ ആസനത്തിൽ ഇരിക്കുകയാണ് ആര്? ഹിരണ്യകശിപു. വാളെടുത്ത് പൊന്തിച്ച് അവിടുന്ന് അങ്ങോട്ട് എണീറ്റിട്ട് വെട്ടേണ്ടത് മകൻ്റെ കഴുത്ത. പക്ഷെ അങ്ങോട്ട് പോവാൻ പറ്റിയില്ല. അതാണല്ലോ ചോദിച്ചത്, ഈ തൂണിലുണ്ടോയെന്ന്. മറുപടി ഉണ്ടെന്നാ. അപ്പോൾ പരീക്ഷ എവിടെയാണ് നടത്തേണ്ടത്? നമുക്ക് തൂണിൽ തന്നെ നടത്തി കളയാം. എനിക്ക് ആവശ്യം വാസ്തവത്തിൽ എൻ്റെ മകനല്ല എനിക്ക് ശത്രു. എൻ്റെ മകൻ എൻ്റെ ശത്രുവെ ആരാധിക്കണു, ആദരിക്കണു എന്നുള്ള കോട്ടയേ ഉള്ളൂ. പക്ഷെ എൻ്റെ ശത്രു നമ്പർ 1 ഹരിയാണ്. ആ ഹരി ഈ കുട്ടിയുടെ മുഖത്തിൽ നിന്നെങ്കിലും ഞാൻ കേട്ടുല്ലോ തൂണിലുണ്ടെന്ന്. അപ്പം തൂണിനെ തകർത്ത് കളയാം എന്ന് പറഞ്ഞ് വാളും പൊക്കിപ്പിടിച്ച് ചെന്ന് തതാടാ ആ തൂണിനങ്ങോട്ട് അടിച്ചു, ഇടിച്ചു, അങ്ങോട്ട് കുലുക്കി. ആ കുലുക്കി അങ്ങോട്ട്, ആ കുലുക്കം കണ്ടപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു ശ്ലോകം മറക്കരുത്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. തൻ ഭൃത്യനിൻ ചൊല്ലു സമർത്ഥമാക്കാൻ താനെങ്ങുമുണ്ടെന്നു തെളിച്ചിടാനും. ഈ കുട്ടിയാണ് പറഞ്ഞത് ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. എന്നാൽ ഈ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ ഒരു കൂസലും കൂടാതെ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭൃത്യൻ പറഞ്ഞ ഈ വാക്ക് സത്യമാക്കണം എന്നാണ് പറയണത്. നോക്കൂ, ഇത് ശ്രീമദ് ഭാഗവതമാണ്. ആ ഭാഗവതത്തിൻ്റെ വാക്യങ്ങളും വാക്കുകളും സമർത്ഥീകരണങ്ങളും അവതരണങ്ങളും ഒക്കെ വളരെ വിശേഷമാണ്. സത്യം വിധാതും, സത്യമാക്കി തീർക്കാൻ, നിജഭൃത്യഭാഷിതം, തന്നെ വിശ്വസിച്ച് ആണയിട്ട് വളരെ നമ്രഭാവത്തോടുകൂടി സ്നേഹിച്ച് ആ സ്നേഹം അസൃണതയിൽ കഴിയുന്ന കുട്ടി, തൻ്റെ ഭൃത്യൻ പറഞ്ഞു ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന്. എന്നാൽ തൂണിലുണ്ടോ ചോദിച്ചപ്പോൾ അവിടെയും ഉണ്ടെന്ന് പറഞ്ഞു. ആ വാക്കിനെ സത്യമാക്കി തീർക്കണം. അതുമാത്രമോ അല്ല, വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനഃ, താൻ എല്ലായിടത്തിലും ഉണ്ടെന്ന് തെളിയിപ്പിച്ചു കൊടുക്കും വേണം. ഞാൻ എല്ലാ ദിക്കിലും ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയാണ് ഈ 7 വയസ്സായ കൊച്ചൻ വെളിപ്പെടുത്തിയത്. അതിന് ആധാരം സത്യമാണ്. എന്താ സത്യം? ഭഗവാൻ എല്ലായിടങ്ങളിലും എല്ലായിടത്തുമുണ്ട്. തൂണിലും തുരുമ്പിലുമുണ്ട്, അണുവിലും പർവ്വതത്തിലുമുണ്ട്, അണ്ടകടാഹങ്ങളിലുണ്ട്, സർവസ്ഥലത്തുമുണ്ട്. ആ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്, ഒരു വസ്തുതയാണ്. ആ വസ്തുത വെളിപ്പെടുത്തി കൊടുക്കും വേണം. ഇങ്ങനെ 2 കാര്യം നടക്കാൻ വേണ്ടി അദൃശ്യത അവിടെ കാണപ്പെട്ടു എന്നല്ലാതെ എന്താ പറയുക? എല്ലാവരും കൂടി കണ്ടു. ആ കാണാനായിട്ട് അവിടെ കൊട്ടിഘോഷിച്ചിട്ടൊന്നുമല്ല വന്നത്. തൂണ് പോയിട്ടൊരു ഇടി അങ്ങോട്ട് കൊടുത്തപ്പോൾ ഇത് തനിക്ക് അവകാശമായി, അവസരമായി, ഈ തൂണിൽ നിന്ന് ഞാനങ്ങോട്ട് പുറപ്പെട്ട് കളയാമെന്ന് പറഞ്ഞ് അദൃശ്യത അത്യദ്ഭുതരൂപമുദ്വഹൻ, അങ്ങേയറ്റം അദ്ഭുതാവഹമായിരിക്കുന്ന രൂപം ധരിച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. അത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം, ഹിരണ്യകശിപുവിൻ്റെ സഭാഗൃഹത്തിൽ തന്നെയുള്ള സ്തംഭത്തിൽ ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ല. അതെന്തേ അങ്ങനെ? ബ്രഹ്മാവ് കൊടുത്ത വരങ്ങൾ എന്തൊക്കെ വരങ്ങളാണ് ചോദിച്ചത്? എന്തൊക്കെയാണ് കൊടുത്തത്? എന്നെ മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അകത്ത് കൊല്ലരുത്, പുറത്ത് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് പാടില്ല, കാറ്റിലും വെച്ച് പാടില്ല, വെള്ളത്തിലും വെച്ച് പാടില്ല. ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെ തോന്നിയോ അത് മുഴുവനും ബ്രഹ്മം അതൊക്കെ ടിക്ക് 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 ചെയ്ത് ഒരെണ്ണം ഒഴിക്കാതെ എല്ലാം അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്താൽ അജയ്യനായി ഇരിക്കുന്ന ഹിരണ്യകശിപുവിനെ കൊല്ലാൻ എന്താണ് വഴി? മനുഷ്യന് പറ്റില്ല, മൃഗത്തിനും പറ്റില്ല.
പക്ഷേ ഹിരണ്യകശിപു പറഞ്ഞിട്ടില്ല മനുഷ്യമൃഗവും കൂടി പറ്റരുത് എന്ന്. അപ്പം അത്യദ്ഭുതമായ രൂപം ധരിച്ചുകൊണ്ട് സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ല. അങ്ങനെയാണ് ഈ നരഹരി രൂപം വന്നത്. മോഹിനിയുടെ ഒരു രൂപം നമ്മൾ കേട്ടിട്ടുണ്ട്, പല വിധത്തിലുള്ള അവതാരങ്ങളും ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത് എന്താ? തികഞ്ഞ സംഘട്ടനം, ഹരിയോടൊരു ഏറ്റുമുട്ടലാണ് ആവശ്യപ്പെട്ടത്. ആ ഏറ്റുമുട്ടൽ ഒരുപോലെയുള്ളവരാണെങ്കിൽ ഒരർത്ഥമുണ്ട്. ഇവിടെയോ മനുഷ്യനും മൃഗവുമല്ലാത്തൊരു നരഹരി രൂപ. ആ നരഹരിയുടെ കയ്യിൽ വല്ല ആയുധമുണ്ടോ? ഇല്ല. തൻ്റെ കൈകാലുകളിലുള്ള നഖേ ഉള്ളൂ, ദംഷ്ട്രേ ഉള്ളൂ, ഇങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പുറത്തോ കുന്തം, കോല്, അമ്പ്, വില്ല്, പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് കയ്യിൽ. ഒരായുധവുമില്ലാതെ തൻ്റെ ശരീരവും ശരീരാംഗങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആ നൃസിംഹമുണ്ടല്ലോ നരഹരി, അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ എന്താ പറയണോ? പൊരിഞ്ഞ യുദ്ധം. ഹിരണ്യകശിപു വിട്ടുകൊടുക്കില്ല. ഒരു നിലയ്ക്ക് സന്തോഷമായി, ചാരിതാർത്ഥ്യമായി. ഞാൻ ഹരിയെ നേരിടണം എന്ന് വിചാരിച്ചു. ആ ചതുർഭുജധാരിയായ ഹരിയൊന്നുമല്ല വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വികൃതമായിട്ടുള്ളൊരു രൂപ. അതുണ്ടോ എന്നോട് നേരിടാൻ പറ്റണു? രണ്ടാളും കൂടി പൊരിഞ്ഞ യുദ്ധം. യുദ്ധം തുടങ്ങിയപ്പോഴാണ് ഹിരണ്യകശിപുവിന് മനസ്സിലാക്കിയത്, എൻ്റെ അപ്പാ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. ഇതിൻ്റെ മാന്തലും പിച്ചലും കടിക്കലും കൊതറലും. അയ്യോ! ഒരവസരത്തിൽ ഹിരണ്യകശിപുവിനെ പിടിച്ചു ഇറുക്കി. അങ്ങോട്ട് ഇറുക്കിയപ്പോൾ ആ ഇറുക്കലിൽ തന്നെ ചാവുകയായിരുന്നു. അങ്ങനെ ചാവാൻ ഇഷ്ടപ്പെട്ടില്ല ആര്? നരഹരി. പതുക്കെ അഴിച്ച് വിട്ടുകൊടുത്തു. പിടിയിൽ നിന്ന് പുറത്തു വന്നു എന്ന് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് നല്ല കോൺഫിഡൻസോട് കൂടി എന്നെ പിടിക്കാനുണ്ടോ, ഇവൻ കൂടില്ല എന്ന് പറഞ്ഞ് അതിശക്തിയോടുകൂടി നേരിടാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് എന്തായി? പിടിച്ചു, വലിച്ചു, തൊടയിൽ വെച്ച് വയറ് കീറി, കുടൽമാല വലിച്ചെടുത്തു, ചോര ഇങ്ങനെ ഇറ്ററ്റ് വീണു, അത് കഴുത്തിലിട്ടു. എന്നിട്ട് സിംഹാസനത്തിൽ ചെന്നിരുന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പാവം പാവം. ആരാ അത്? തനിക്ക് ജന്മം നൽകിയ അച്ഛൻ. കാര്യം എന്തോ ആവട്ടെ, ആ കുട്ടിക്കൊരു ബന്ധമുണ്ടല്ലോ. ആ കുട്ടിയുടെ മുൻപിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ ലോകത്തിൽ എന്ത്, എവിടെ, എങ്ങനെ നടക്കും എന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ സ്ഥാനവും മര്യാദയും വിട്ടാൽ പിന്നെ ആ അച്ഛന് അച്ഛൻ എന്നുള്ളൊരു സ്ഥാനത്തിന് അർഹത അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഈ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ നല്ലൊരു വേദന കാണും. തൻ്റെ അച്ഛനോടായിട്ടാണല്ലോ ഈ യുദ്ധം. അവിടെയും ധർമ്മം വെളിപ്പെടുത്തുന്നു. എന്തു തന്നെ ആയാലും നിങ്ങൾ ഒരാളുടെ ഗുണം അവൻ്റെ കൂടെയാണ്. ദുഷിച്ച അച്ഛനാണെങ്കിൽ മക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദുഷിച്ച മക്കളാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛന്മാർക്കും. കണ്ട് സഹിക്കുക. അത് സഹിക്കുമ്പോൾ വിഷമമില്ലാതെ ഇരിക്കണമെങ്കിൽ അതിനാണ് ഈ ജ്ഞാനം. ധർമ്മപ്രോജ്ജിത കൈതഭോത്ര പരമോ. ഈ ശ്രീമദ് ഭാഗവതം വായിച്ച് ഓരോരോ കാര്യങ്ങളെയും താതാത്മ്യത്തോടു കൂടി കണ്ട് കേട്ട് സ്വീകരിച്ച് നുണഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെ ഒക്കെ നമുക്ക് തീർക്കാനറിയണം. പരുന്ത് പറക്കണ മാതിരിയാണ്. നരഹരിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മേപ്പെട്ടും കീഴ്പ്പെട്ടും വലത്തോട്ടും ഇടത്തോട്ടും ചാടി ഓടി ഉന്തി തള്ളി മറിഞ്ഞ് എന്തൊക്കെയാണ് അവിടെ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ യുദ്ധം പര്യവസാനിച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് എന്താ അതൊരു ഉഗ്രരൂപം. ഇങ്ങനെ ഒരു രൂപം ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല. ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവിടെ ഇരിക്കുക. കാര്യം ഹിരണ്യകശിപുവിൻ്റെ വധം കഴിഞ്ഞു. ഈ നരഹരിയെ ഒന്ന് സാന്ത്വനപ്പെടുത്തണമല്ലോ. ബ്രഹ്മാവ് വന്നു. എന്നിട്ട് മഹാലക്ഷ്മിയോട് പറഞ്ഞു ഒന്ന് ചെല്ലൂന്ന്. അയ്യോ, എനിക്ക് പറ്റില്ല. നല്ല സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ പോവാം. ഇങ്ങനെ ഒരു ഉഗ്രരൂപം ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. മഹാലക്ഷ്മിക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ എന്തു വേണം? ആർക്ക് വേണ്ടിയാണോ ഈ രൂപമുണ്ടായത് ആ കൊച്ചു കുട്ടനെ തന്നെ പറഞ്ഞയക്കുക എന്നാണ് തീരുമാനിച്ചത്. പ്രഹ്ലാദനോട് പറഞ്ഞു, മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ നടന്നത് മുഴുവൻ. നിൻ്റെ അച്ഛൻ നിന്നെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിനക്കറിയാം ഞങ്ങളെക്കാളേറെ. ആ അച്ഛനെ വധിക്കാനാണ് നിൻ്റെ കഴുത്ത് വെട്ടാനായി വാളെടുത്ത് പുറപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായത്.
അപ്പോൾ കാര്യം നിൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കണത് എന്നുണ്ടെങ്കിലും അത് ഒഴിച്ചുകൂടാത്തതാണെന്നുള്ളത് നിനക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിനക്ക് വേണ്ടി മാത്രം ഉണ്ടായ നരഹരി രൂപം ദാ നോക്കൂ. കണ്ണ് ചെമ്പരത്തിപ്പൂ പോലെ ആയിരിക്കുക, ദീർഘശ്വാസം, കുട്ടുകുട്ടാന്നൊലിക്കണു, വിയർപ്പ് എല്ലാ സ്ഥലത്തും. ആ രൂപത്തെ ഒന്ന് സാന്ത്വനപ്പെടുത്തണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, നീ പോയാലേ പറ്റുള്ളൂ, പോയെന്ന് പറഞ്ഞു. ഒരു കൂസലും കൂടാതെ ആ കുട്ടി കൈ വീശി മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ ചെന്ന് അങ്ങോട്ട് നമസ്കരിച്ചു. ആ ഒരൊറ്റ നമസ്കാരം കാല് തൊട്ടതോടുകൂടി നരഹരി തണുത്തു. തൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ. എത്രത്തോളം കോപത്തോടു കൂടിയാണോ അച്ഛനെ നേരിട്ടത്, അതിന് നേരെ വിപരീതമായി എത്രത്തോളം സ്നേഹമസൃണതയോടു കൂടിയാണോ സാധിക്കുക, അത്രയും സ്നേഹമസൃണതയോടു കൂടിയാണ് മകനെ ചിരിച്ചുകൊണ്ട് തട്ടിയത്. ആ മകൻ അവിടുന്ന് എണീറ്റ് നരഹരിയെ സ്തുതിക്കുക. ധ്രുവനാണെങ്കിലും ഒരു പരിഭ്രമവും വിഷമവും ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് അങ്ങനെ യാതൊന്നുമില്ല. എന്തൊക്കെ കണ്ട് സഹിച്ചിട്ടുള്ള കുട്ടിയാണ് ഈ 7 വയസ്സുകാരൻ. ചണ്ടാമർക്കന്മാരുടെ അടിയും ഇടിയും ശാസനയും ഒരു ഭാഗത്ത്, അവരുടെ ദുഷ്ടമായ അധ്യാപനം വേറൊരു ഭാഗത്ത്, അതിൻ്റെ ഇടയിൽ കുട്ടികളെ പഠിപ്പിക്കാനായി നല്ല വാചാലതയുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് സംസാരിക്കാനോ സ്തുതിക്കാനോ അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവിടുന്ന് അങ്ങോട്ട് പ്രഹ്ലാദൻ്റെ സ്തുതി വളരെ വിശേഷപ്പെട്ടതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പല വിധത്തിലുള്ള സ്തുതികളുണ്ട്, അതുപോലെയല്ല ഇതിൽ പലതും പറയണു പ്രഹ്ലാദൻ. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷക്കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഭക്തി മേഖലയിൽ ഭക്തന്മാരുടെ മനസ്സിലും ബുദ്ധിയിലും എന്തെല്ലാം സംഗതികളുണ്ടോ അതിനെ മുഴുവൻ തിരുത്തിയെടുക്കാനുള്ള ഒരൊറ്റ സന്ദേശമാണത്. നൈവാത്മനഃ പ്രഭുരയം നിജലാഭപൂർണോ. ഭഗവാനെ, അങ്ങ് നിജലാഭത്താൽ പൂർണ്ണനാണ്. ഭഗവാൻ സ്വയം പരിപൂർണനാണ്. അദ്ദേഹത്തിന് ഒരു കുറവുമില്ല, ഒരാവശ്യവുമില്ല. അങ്ങനെ സ്വയം പൂർണ്ണനായിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ബിംബരൂപത്തിലും ചിത്രരൂപത്തിലുമൊക്കെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണത്. ആരെയാ പൂജിക്കണത്? ഈശ്വരനെ. എന്ത് ഈശ്വരൻ? ആപ്തകാമനായിരിക്കുന്ന ഈശ്വരൻ. തനിക്കൊരു തുരുമ്പ് പോലും വേണ്ട. തൻ്റെ മഹിമയാൽ, തൻ്റെ പ്രകാശത്താൽ, തൻ്റെ സാന്നിധ്യത്താൽ താൻ പരിപൂർണനാണ്. ആ പരിപൂർണമായിരിക്കുന്ന ഒരു സ്ഥിതി ഉള്ളപ്പോൾ ആ ആൾക്ക് എന്താണ് ആവശ്യം? നൈവാത്മനഃ പ്രഭുരയം. അല്ലേ പ്രഭോ? നിജലാഭപൂർണോ മാനം ജനാത് അവിദുഷക്കരുണോ വൃണീതേ. ഈ സംഗതിയൊന്നും മനസ്സിലാക്കാതെ അജ്ഞാനികളായിട്ടാണ് അങ്ങേ പലരും പല പ്രകാരത്തിലും സ്തുതിക്കുന്നത്. ആ സ്തുതിയുടെ പിന്നിൽ കിടക്കുന്നത് അങ്ങയെക്കുറിച്ചുള്ള ഒരു ശരിയായ ജ്ഞാനം ഇല്ലാതെയാണ്. യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം. എന്നാൽ പിന്നെ എന്തിനാ ഈ ക്ഷേത്രവും പ്രതിഷ്ഠയും പൂജയും പുരസ്കാരവും നിവേദ്യവും എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് മുഴുവൻ എന്തിനു നടത്തണു എന്ന് ചോദിച്ചാൽ, യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. ഈ ചെയ്യുന്നതൊക്കെ അവരവർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിലുണ്ട്, കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ രാജകീയമായി കൊടുക്കണം. അപ്പുറത്ത് ഒന്നുമില്ലാത്ത ഒരുത്തൻ ഒരു തുളസിയുടെ പത്രമായിരിക്കാം പാദത്തിൽ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ ഒരാൾക്ക് അതുമില്ല, കണ്ണടച്ച് 2 കയ്യും കൂപ്പി തൊഴുകയുള്ളൂ. ഈ കൊടുക്കണത് മുഴുവൻ അജ്ഞാനത്താലാണ്. എന്തിനെക്കുറിച്ച് അജ്ഞാനം? ഭഗവാൻ പൂർണ്ണനാണ്, പരിപൂർണനാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് കൊടുക്കുക. ഇവർ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എവിടുന്ന? ഭൂമിയിൽ നിന്ന്. ഭൂമി ആര് രചിച്ചതാ? ഭഗവാൻ രചിച്ചത്. പഞ്ചഭൂതങ്ങൾ മുഴുവൻ ഈശ്വരൻ രചിച്ചതാ. അപ്പം അദ്ദേഹം തന്നെ രചിച്ചു തന്നിരിക്കുന്ന വിഭവങ്ങളിൽ ഒരു പോർഷൻ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം എന്താ അതിൻ്റെ ആവശ്യം? ഭഗവാനെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ എവിടെ പ്രതിഷ്ഠിക്കണം? ഇവിടെ ഹൃദയത്തിൽ വേണം പ്രതിഷ്ഠിക്കാൻ. ഹൃദയത്തിൽ വേണം പ്രതിഷ്ഠിക്കാൻ. അവിടെ മാത്രം നിങ്ങൾ പ്രതിഷ്ഠിക്കില്ല. ഹൃദയത്തിൽ വേറെ വല്ല സാധനങ്ങൾക്ക് ആൾക്കാർക്ക് ആ സ്ഥാനം. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന പ്രേക്ഷകരിൽ എത്ര ആൾ എന്നോട് പറയാൻ തയ്യാറാവും? അല്ലെങ്കിൽ സ്വയം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹവും ആദരവും എനിക്ക് വേണ്ടപ്പെട്ടതും ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താ?
മത് കർമ്മകൃത് മത് പരമഹ. ഭഗവാനെ പരമമായി കാണണം. ആ ഭഗവാന് വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്യണം. പൂജ മാത്രമല്ല, സർവ്വ പ്രവൃത്തികളും ഈശ്വരന് വേണ്ടി ചെയ്യണം. അത് ചെയ്യാൻ തോന്നണമെങ്കിൽ ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ പരമമാകണം, അഗ്രിമ സ്ഥാനം നൽകണം. അങ്ങനെ സ്ഥാനം നൽകുന്നവർ എത്ര പേരുണ്ടാവും? അപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഈ കൊടുക്കുന്നതും ഒക്കെ എന്താ? തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. ഈ കൊടുക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഒന്നെങ്കിലും ഭഗവാനെ സ്പർശിക്കാനോ ഭഗവാന്റെ ഉള്ളിലേക്ക് കൊടുക്കാനോ പോകുന്നില്ല. കടയിൽ നിന്ന് കണ്ണാടി മേടിച്ച ചുമരിൽ തൂക്കി ഫ്രെയിം ചെയ്ത് അതിൻ്റെ മുൻപിൽ ചെന്ന് നമ്മൾ നിൽക്കുന്നു. എത്ര ദൂരത്ത് നമ്മൾ നിൽക്കുന്നുവോ, 2 അടിയാണെങ്കിൽ ആ 2 അടി പിന്നിൽ ചുമര് തുളച്ചിട്ടാണ് നമ്മുടെ പ്രതിബിംബം അവിടെ കാണുന്നത്. ആ പ്രതിബിംബത്തിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരം എന്താ? കണ്ണാടിയാണ് പ്രതിബിംബിപ്പിച്ച് കാണുന്നത്. നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടെ മുഖങ്ങൾ കാണാം, നമ്മുടെ മുഖം കാണാനുള്ള കണ്ണില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു കണ്ണാടി ഉണ്ടാക്കി അതിൽ പ്രതിമുഖം കാണുന്നത് പോലെയാണ് ഒരു ബിംബം പ്രതിഷ്ഠിച്ച് അതിൽ ഭഗവാനെ നമ്മൾ കാണുന്നത്. ഈ ചെയ്യുന്നത് മുഴുവൻ അവരവരുടെ തൃപ്തിക്കും അവരവരുടെ ശുദ്ധിക്കുമല്ലാതെ ഭഗവാന് വേണ്ടി കൊടുക്കണു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് കാര്യമില്ല എന്ന്. വിശേഷപ്പെട്ട സ്തുതിയിൽ പരമതത്വമാണത്. ബാലസ്യ നേഹശരണം പിതരൗ നൃസിംഹ നാർത്തസ്യ ജാഗതമുദന്വതി മജ്ജതോ നൗഹു തപ്തസ്യ തത്പ്രതിവിധിർ യൈഹാഞ്ജസേഷ്ടഃ താവത് വിഭോ തനുഭൃതാം ത്വദുപീക്ഷിതാനാം. മലേഷ്യയിൽ പോയിരുന്നപ്പോൾ കുറച്ച് കൊല്ലം മുൻപ് പെട്ടെന്ന് എനിക്ക് ഇൻഡസ്റ്റൈനിൽ നിന്നൊരു ബ്ലീഡിങ് ഉണ്ടായി. കോൾട്ടാറ് പോലെയുള്ള മലം പൊഴുത്തുപോയി. അപ്പോൾ അത് ബ്ലീഡിങ് ഉള്ളപ്പോഴാണ്, ഗൗരവമുള്ള കാര്യമാണ്. ആസ്പത്രിയിൽ കൊണ്ടുപോയി പലതും നോക്കിയവർ, അതൊന്നും ഒരു പ്രയോജനമില്ല. ബ്ലഡ് കൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ ഒരു എമർജൻസി ഓപ്പറേഷൻ നടത്തി. എല്ലാവരും അറിയുമല്ലോ, അവർക്കൊക്കെ വലിയ പരിഭ്രമം ഉണ്ടാവും. അപ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവർ, ഞാൻ നടന്നു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ ഒരൊറ്റ ആൾ പരിഭ്രമിക്കരുത്. നമ്മളെ കൊണ്ടുപോകുന്നത് ഡോക്ടർമാരാണ്. അവരാണ് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുപോകുന്നത്. ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെൻ്റെ ശരീരം ഉന്തി ഉരുട്ടി കൊണ്ടുപോകണ്ടല്ലോ, നിങ്ങളുടെ ചുമതലയില്ല. എനിക്കതിൽ യാതൊരു സ്ഥാനവും മാനവും ഇല്ല. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളുടെ ചികിത്സയൊക്കെ വേണ്ടതുപോലെ നടത്തി മടക്കി വേണ്ടതുപോലെ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അതിന് എനിക്ക് ഒരു വിധത്തിലുള്ള ആങ്സൈറ്റിയോ പരിഭ്രമോ ഇല്ല. ഇവർ ചിരിച്ചോ ചിരിച്ചില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞതാണ്. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്വല്പമെങ്കിലും പരിഭ്രമിക്കേണ്ട. എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം ചൊല്ലിക്കോളൂ. എന്താ ഈ ശ്ലോകത്തിൽ പറയണേന്നറിയോ? ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. അല്ലേ നരസിംഹമേ, ജനിച്ച കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതെഴുതിയതാരാ? വ്യാസദേവൻ. വ്യാസദേവൻ്റെ ജന്മം എങ്ങനെയാ നിങ്ങൾക്കറിയാം. പരാശര മഹർഷിക്കും ആ മത്സ്യഗന്ധിക്കും കൂടി ഉണ്ടായ കുട്ടിയാണ്. ആ കുട്ടി ഉണ്ടായപ്പോൾ 2 ആളും ഉപേക്ഷിച്ചു. എവിടെയാ ഈ കുട്ടി? ആരാ പറക്കിയെടുത്തത്? ആരാ നോക്കിയത്? വല്ലവരും മുലപ്പാൽ കൊടുത്തോ? എന്താ ഉണ്ടായേ? ഒന്നും നമുക്കറിയില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്, എല്ലാം വിവരിച്ച് നമ്മളോട് പറയുന്നതാണ്. എന്നാൽ ഈ വേദവ്യാസൻ്റെ ജന്മമൊഴികെ വളർന്ന ഒരു കാര്യവും ഒരു സ്ഥലത്തും നമുക്ക് പിടിപാടില്ല. നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു മഹർഷി പുങ്കവനായി, തപോധനനായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഇത് എഴുതാൻ സാധിക്കും. എന്താ? അച്ഛനമ്മമാർ ഉപേക്ഷിച്ച കുഞ്ഞാണ്. ആ കുഞ്ഞിനൊരു കോട്ടവും കുറവും വരാതെ വളർന്നു വന്നു. അപ്പോൾ വളർത്തിയത് അച്ഛനമ്മമാരല്ല എന്നറിയാം. ഇവിടെ അച്ഛനായി നിൽക്കുന്നു ഹിരണ്യകശിപൻ. ആ ഹിരണ്യകശിപുവാണ് വാൾ ഊരി കഴുത്ത് മുറിക്കാൻ കാല് വെച്ച് പുറപ്പെട്ടത്. അപ്പോഴാണ് തെറ്റിച്ചത്, തൂണിൻ്റെ അവിടേക്ക് തിരിച്ചു വിട്ടത്, എന്നിട്ട് തൂണിനെ ഇടിച്ചത്. 1/2 സെക്കൻഡ് കൊണ്ട് കഴുത്ത് പോയി കാണും, പോയില്ലല്ലോ. അപ്പം അവന് പറയാൻ എന്താ വിരോധം? ബാലസ്യ കുട്ടിക്ക് നേഹ ശരണം, ഈ ലോകത്തിൽ ശരണമല്ല പിതരൗ അച്ഛനമ്മമാർ. അച്ഛനമ്മമാരല്ലത്രേ ഒരു കുട്ടിക്ക് ശരണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ അച്ഛനമ്മമാർ. എന്താ അച്ഛനമ്മമാർ? നമ്മുടെ പുരുഷോത്തമ സ്വാമിജി നമ്മുടെ പൂർവാശ്രമത്തിലും സഹോദരനാണ്. 15 വയസ്സ് പ്രായം കൂടുതലാണല്ലോ. അപ്പോൾ അദ്ദേഹം
ഞാനൊക്കെ സന്യസിച്ചപ്പോൾ അതൊക്കെ കണ്ട് വളരെ പ്രേരിതനായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും 2 പേരും സന്യസിച്ചു. അങ്ങനെ 5 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്യസിച്ചവർ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പുരുഷോത്തമ സ്വാമിജിയുടെ അടുത്ത് ജ്ഞാനാശ്രമത്തിൻ്റെ തൊട്ടടുത്തുള്ള തേക്കുംകാട്ടിൽ നിന്ന് കാലത്ത് നേരത്തെ പെറുക്കിയെടുത്തിട്ടുള്ള കുട്ടിയെ സ്വാമിജി കൊണ്ട് നോക്കണം എന്ന് പറഞ്ഞില്ലേ? ആ കൊണ്ടുവന്നത് ആരാ കുട്ടിയെ? അച്ഛനും അമ്മയും. അതിൽ അമ്മയില്ലെങ്കിൽ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരുമാണ് കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ചാലിൽ ഇട്ട് നെറ്റിയിലും വയറ്റിലും കാലിലും ഓരോ കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി മണ്ണിട്ട് മൂടാനാ പുറപ്പാട്. ആരാ അത് ചെയ്യണത്? ആർക്ക് ജനിച്ചുവോ ആ കുഞ്ഞ്, ആ അച്ഛൻ കൂട്ടരും. നിങ്ങളാരും കേമം തുള്ളണ്ട. ഈ ലോകം മുഴുവനും നടക്കുന്നത് ഭൂമി തിരിയുന്നുണ്ടെങ്കിൽ, സൂര്യന് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടെങ്കിൽ, കോടാനുകോടി ഗോളങ്ങൾ അതാത് ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കൂട്ടിയിടിക്കാതെ, എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു സന്ധാരണ ശക്തിയുണ്ട്. അതിൻ്റെ വ്യവസ്ഥയിൽപ്പെട്ടിട്ടാണ് ഈ അച്ഛൻ, അമ്മ, സഹോദരൻ, കുട്ടികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ഇങ്ങനെ നടക്കണം. ആ വ്യവസ്ഥ മാറാൻ ഒട്ടും സമയം ആവശ്യമില്ല. തനിക്കുണ്ടായ കുട്ടിയെ കൊല്ലണം എന്ന് തോന്നി കൊണ്ടുവന്നത് എന്തിനാ? കല്ലെടുത്ത് വെച്ചത് എന്തിനാ? അപ്പോൾ വളരെ വ്യക്തമാണ്, ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ശരണം. സൂക്കേട് പിടിച്ച് കഷ്ടപ്പെടുന്നവന് മരുന്നല്ല ആശ്രയം. കടലിലോ വെള്ളത്തിലോ മുങ്ങിപ്പോകുന്നവന് ബോട്ടല്ല ആശ്രയം. എതെങ്കിലും വിഷമം വന്ന ആർത്തനായിരിക്കുമ്പോൾ എന്താണ് നമുക്ക് സമാധാനം നൽകാൻ പോകുന്നത്? താവത് വിഭോ തനുഭൃതാം ത്വതുപേക്ഷിതാനാം. അങ്ങയാൽ ഉപേക്ഷിക്കപ്പെടരുത്, ഭഗവാൻ വിടരുത്. ഈശ്വരൻ വിട്ടാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഈശ്വരൻ വിടാഞ്ഞാലോ നമുക്കൊന്നും ഒട്ടും ആവശ്യമില്ല. ഇതാരാ പറയുന്നത്? പ്രഹ്ലാദൻ. എവിടെ? നരസിംഹത്തിനെ സ്തുതിക്കുന്ന ആ സ്തുതിയുടെ മധ്യത്തിൽ പറയുക. ഇങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം ഓരോ സമയത്തും നിങ്ങൾക്ക് തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഓതിത്തരുന്നത്. നീണ്ട ഒരു സ്തുതിയാണ്, കുറേ ശ്ലോകങ്ങളുണ്ട്. അതിൽ വൈരാഗ്യം ജനിപ്പിക്കുന്നതുണ്ട്, ഭക്തി ജനിപ്പിക്കുന്നതുണ്ട്, ഭഗവാനെ പറ്റി അറിവ്. ഇതപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ആദ്യം പറഞ്ഞ ശ്ലോകം ഈശ്വരനെ പറ്റി വിവരിക്കുന്നതാണല്ലോ, ആപ്തകാമനാണ് എന്നൊക്കെ. അങ്ങനെ എല്ലാ ഭാഗവും വിവരിച്ചുകൊണ്ട് പറഞ്ഞ് അത് കഴിഞ്ഞു. സാധാരണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഭക്തന് സന്തോഷമായി, ഭക്തന് സ്തുതിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ എന്താ ചെയ്യുക തോന്നും? എൻ്റെ പൊന്നുമോനെ, നിനക്ക് എന്താ വേണ്ടേ? ഇഷ്ടമുള്ള വരം ചോദിക്കുക, തരാമെന്നായി. അത് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, എൻ്റെ ഭഗവാനെ, അങ്ങയുടെ ചോദ്യം ശരിയായില്ല. ഈ ചോദ്യത്തിന് ഞാൻ ഒരു പ്രസക്തിയും കാണുന്നില്ല. മാം പ്രലോഭയോത്പത്യ ആസക്തം കാമേഷു തൈർവരൈഃ തത്സംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്ത്വാം ഉപാശ്രിതഃ ഭൃത്യലക്ഷണ ജിജ്ഞാസു ഭക്തം കാമേഷ്വചോദയത് ഭവാൻ സംസാരബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ. എന്നെ പരീക്ഷിക്കാനാണ് അങ്ങത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഒരിക്കലും അങ്ങ് എന്നോട് എന്ത് വരം വേണം, നീ അത് വരിച്ചോ എന്ന് പറയരുത്. ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് കച്ചവടക്കാർ തമ്മിലുള്ള ബന്ധം പോലെയൊന്നുമല്ല. നാന്യഥാതേ അഖില ഗുരോ ഖടേത കരുണാത്മനഃ യസ്ത ആശിഷ ആശാസ്തേ നസഭൃത്യ സവൈവണിക്. ഒരു ഭൃത്യനുണ്ട്, യജമാനനുണ്ട്. ആ യജമാനൻ നിനക്ക് എന്താ സമ്മാനം വേണ്ടതെന്ന് ഭൃത്യനോട് ചോദിക്കുമ്പോൾ എന്താ അർത്ഥം? ആ ഭൃത്യനെ സന്തോഷിപ്പിച്ചാൽ യജമാനന് ചെയ്യാനുള്ള ജോലി കുറേ കൂടുതലും അധികവുമായിട്ട് ചെയ്യും. അതുമാതിരി ഭൃത്യൻ ക്രമം വിട്ട് കുറച്ച് ജോലി ചെയ്ത് യജമാനെ സന്തോഷിപ്പിക്കുന്നത് എന്തിനാ? യജമാനന് തൃപ്തിയായി സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു കച്ചവടമാണ്, അവിടെ കൊടുക്കലും മേടിക്കലുമെന്ന്. ആശാസാനോ ന വൈ ഭൃത്യ സ്വാമിന്യാശിഷ ആത്മനഃ ന സ്വാമി ഭൃത്യത സാമ്യം ഇച്ഛന്യോരാതിശാശിഷ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയെ തൃപ്തിപ്പെടുത്തി ഒരു കാര്യം നടത്തണം എന്നെനിക്കില്ല. എന്നെ തൃപ്തിപ്പെടുത്തി അങ്ങയ്ക്ക് എന്നെക്കൊണ്ട് കൂടുതൽ നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാം ചെയ്യാൻ സ്വയം തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ അങ്ങ് ഈ പറഞ്ഞില്ലേ വരം മേടിച്ചോളൂന്ന്, അത് വളരെ തെറ്റായിപ്പോയി എന്ന് പറയുക. ഇത് ഒരു പരമഹംസന് മാത്രമേ ഇങ്ങനെ ഒരു കുട്ടിയെ ഭഗവാന്റെ മുൻപിൽ കൊണ്ട് നിർത്തി ആ ശിശുമുഖത്തിലൂടെ സത്യം ഓതിത്തരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ എഴുതാൻ നടുക്കം വരും.
നടുക്കം വരും. ഈ സന്യാസം, തപസ്, തപോധനൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കണത്? അവരുടെ വായിൽ നിന്ന് എന്തു വേണമെങ്കിലും വരാം. ഭഗവാനെ തുണ്ടാക്കി വിവരിച്ച് വർണ്ണിച്ചു തരും അവർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. 7 വയസ്സായ ഒരു കുട്ടിയെ കൊണ്ട് നരഹരിയുടെ മുൻപിൽ ഇക്കണ്ട പരാക്രമവും സാഹസവും ഒക്കെ കാണിച്ചിരിക്കുന്ന നരഹരിയുടെ മുൻപിൽ പറയണതും പറയിപ്പിക്കുന്നതുമാണ്. യതിരാശീശമേ കാമാൻ വരാംസ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വൃണേവരം. ഇത്രയൊക്കെ ആയാലും അങ്ങ് പരമേശ്വരനാണ്, മഹാപ്രഭുവാണ്. അങ്ങയുടെ മുഖത്തിൽ നിന്ന് അങ്ങയോട് പറയുന്നു, എൻ്റെ പൊന്നു കുട്ട, നീ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തും ധിക്കരിച്ചും സംസാരിക്കുന്നത് ശരിയല്ല, ഞാൻ ചെയ്യൂല. അപ്പം അങ്ങ് നിർബന്ധിക്കുകയാണ് ഒരു വരം എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ആ വരത്തിൽ എനിക്ക് വേണ്ടത് പറയാമല്ലോ. യതിരാശീശമേ കാമാൻ വരാംസ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വരം. എനിക്ക് അങ്ങയിൽ നിന്ന് ഒരൊറ്റ വരേ വേണ്ടു. ഈ പ്രഹ്ലാദൻ ഭക്തൻ, അങ്ങയുടെ ഭൃത്യനുണ്ടല്ലോ, അവൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം പോലും മുളയ്ക്കരുത്, മനസ്സിൽ ഒരാഗ്രഹം പോലും ഉദിക്കരുത്. വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസി സ്ഥിതാൻ തർഹ്യേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. ആരുടെ മനസ്സിൽ നിന്നാണോ ആഗ്രഹം നാമാവശേഷമാകുന്നത്, ആരുടെ മനസ്സിൽ നിന്നാണോ ആഗ്രഹം നാമാവശേഷമാകുന്നത്, ഭഗവത്വായ കൽപ്പതേ, ആ ആൾ ഭഗവത് സമനായിത്തീരുന്നു, ഭഗവത് സമനായിത്തീരുന്നു. അങ്ങനെയുള്ള ഒരു ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ഭഗവാൻ അദൃശ്യനാണ്. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഒന്നിനെ കാണാൻ നമുക്ക് കണ്ണുണ്ടോപ്പാ? നമ്മുടെ കണ്ണ് മുൻഭാഗത്തേക്കല്ലേ കാണുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് കാണും. ഭഗവാൻ മുൻപിലും പിൻപിലും ഉണ്ടല്ലോ, അകത്തും പുറത്തും ഉണ്ടല്ലോ, സ്വർഗത്തിലും നരകത്തിലും ഉണ്ടല്ലോ, തലയിലും കാലിലുമുണ്ട്. ആ ഭഗവാനെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ആ ഭഗവാനെ ചിന്തിച്ചും ആലോചിച്ചും ഉള്ളുകൊണ്ട് ഗ്രഹിച്ച് അനുഭവിക്കുന്നതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ആ വരം കൊടുത്തു. എന്നിട്ട് മഹാവിഷ്ണു പറയാണ്, ഭോഗേന പുണ്യം കുശലേന പാപം കലേവരം കാലജവേന ഹിത്വ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേഷ്യസി മുക്തബന്ധ. ഈ കുട്ടിയുടെ മനസ്സിൽ നല്ല വിഷമുണ്ട്. അച്ഛനാണല്ലോ അവിടെ പ്രാണൻ പോയി കിടക്കുന്നത്. നീ ഒട്ടും പേടിക്കണ്ട, അച്ഛനെ ഞാൻ വധിച്ചത് ശരിയാ, നീ അത് കണ്ടുകൊണ്ട് നിന്നതും ശരിയാ. നീ ജനിച്ചതിൻ്റെ പേരിൽ നിൻ്റെ കുലത്തിൽ 21 തലമുറ മുൻപിലും പിൻപിലും ശുദ്ധമായി കഴിഞ്ഞു. ഒരൊറ്റ ആൾ നമ്മുടെ വീട്ടിൽ സന്യസിക്കാൻ മതി. ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ആ പാദപത്മങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരാണല്ലോ ഈ സന്യാസിമാർ. അവരുടെ മാർഗം ജ്ഞാനമോ യോഗമോ കർമ്മമോ എന്തോ ആവട്ടെ. അങ്ങനെ ഒരാൾ പോലും ഒരു പൂർണ്ണസമയ ഭക്തനായി എന്നിരിക്കട്ടെ, ആ ആളുടെ കുടുംബം പരിശുദ്ധമാവും പിന്നിലും മുൻപിലും. നീ അച്ഛന് വേണ്ട ശേഷക്രിയ ചെയ്യുക, സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല. കൂട്ടാക്കാത്തപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പറയുക. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ശ്ലോകം. ഭോഗേന പുണ്യം കുശലേന പാപം. നീ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. രാജവംശത്തിൽ ഭരണം നടത്തി വരുന്ന രാജ്യമാണത്. അച്ഛൻ പോയ ആ സിംഹാസനത്തിൽ മകനാണ് ഇരിക്കേണ്ടത്. നീ ഒരു മകനേ ഉള്ളൂ, നീ അതിലിരിക്കണം. എന്നിട്ടോ നിനക്ക് ലോകത്തോടും ശരീരത്തോടുമുള്ള 2 വിധത്തിലുള്ള ബന്ധമുണ്ട്, ആ ബന്ധം തീർക്കണം. പാപം പുണ്യം എന്ന് 2 ഉണ്ടല്ലോ. ആ പാപവും പുണ്യവും സമമാവുമ്പോഴാണ് മനുഷ്യജന്മം. പാപം കൂടിയ മൃഗജന്മം, പുണ്യം കൂടിയ ദേവജന്മം. അത് 2 തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം. ഈ തുല്യമായിരിക്കുന്ന പാപപുണ്യങ്ങളെ നീ നിൻ്റെ പ്രവൃത്തിയാലും ആ കാലത്തിൻ്റെ പോക്കാലും ഉപേക്ഷിക്കണം. പറയാണ് ഭോഗേന പുണ്യം. നീ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമോ? എത്ര വിശേഷപ്പെട്ട വിവരണങ്ങളാണ്. ചിലർക്കൊക്കെ ഈ ജീവിതത്തിൽ സുഖവും സമൃദ്ധിയൊക്കെ ഉണ്ടാവും. എന്താ ഉണ്ടാവുന്നത്? അവരുടെ പുണ്യം. മനസ്സ് നല്ലതേ, മനസ്സ് നല്ലതാ, അന്യർക്ക് ഉപകാരം ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ സുഖഭോഗങ്ങൾ അനുഭവിക്കുക. രാജകീയം എന്ന് പറഞ്ഞാൽ എന്താ?
എന്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അവിടെ ടാക്സും ഗിക്സും ഒന്നും വരുന്നില്ല. രാജാവിന് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഭോഗങ്ങളുടെ മകുട ചൂടാമണിയായിട്ട് വസിക്കുന്ന ആളാണ്. അപ്പോൾ സുഖമനുഭവിക്കുക, അതുകൊണ്ട് പുണ്യം കൊടുക്കുക. കുശലേന പാപം, ഈ പ്രജകളുടെ എല്ലാം നന്മയും ഭദ്രതയും നിലനിർത്താൻ രാപ്പകലില്ലാതെ പരിശ്രമിക്കേണ്ടി വരും. ഒരു രാജാവിന് 4 മണിക്കൂറാണ് ഉറക്കം നിശ്ചയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സമയം മുഴുവനും വ്യവഹാരമാണ്, പലതും ചെയ്യേണ്ടി വരും. അപ്പോൾ ജനങ്ങളുടെ കുശലം ഉറപ്പുവരുത്തുക, അതാണ് പാപം പോകാനുള്ള വഴി. കലേവരം കാലജവേന ഹിത്വ, തൻ്റെ ശരീരം കാലത്തിൻ്റെ പ്രയാണത്തിലുണ്ടായതാണ്. ആ കാലത്തിൻ്റെ പ്രയാണത്തിലുണ്ടായ ശരീരത്തെ കാലജവേന ഹിത്വ, എത്ര കാലം ജീവിക്കണമോ ജീവിച്ച് കാലം തന്നെ അതിനെ വീഴ്ത്തി കൊണ്ടുപോയിക്കോളും. അതിൻ്റെ ഇടയിൽ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം, നിൻ്റെ ഭരണരീതി, നിൻ്റെ ഭക്തിപ്രഭാവം, നിന്നെ ഞാൻ പ്രസാദിച്ച് അനുഗ്രഹിച്ച ചരിത്രം, ഇതെല്ലാം കൊണ്ട് നീ വിശ്വപ്രസിദ്ധനായിത്തീരും. നിന്നെപ്പറ്റി ദേവന്മാരൊക്കെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ മുക്തബന്ധനായി നീ എൻ്റെ അടുത്ത് വരെ എന്നൊരനുഗ്രഹം. നമുക്ക് ചിലർക്കൊക്കെ സൂക്കേടും വിഷമങ്ങളൊക്കെ വരാറുണ്ട്. എന്താ ഈ വരണത്? അതാണ് ഈ പാപത്തിൻ്റെ ഫലം. എന്നാലോ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല കുടുംബം, നല്ല കുട്ടികൾ, പണത്തിനും കുറവില്ല, ഒക്കെ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെയുള്ള ജന്മ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ പ്രഹ്ലാദൻ്റെ കഥ അവസാനിപ്പിക്കുന്നത്. പൂന്നതിന് മുൻപ് മഹാവിഷ്ണു ബ്രഹ്മാവിനെ നോക്കി പറഞ്ഞു, ബ്രഹ്മാവേ, കുറച്ചൊക്കെ ഒന്ന് ആലോചന വേണം. ഒരസുരൻ വന്ന് തപസ് ചെയ്തു അങ്ങയെക്കുറിച്ച്. പുറ്റ് വന്ന് മൂടി. അവിടെ വന്നപ്പോൾ മതി മറന്ന് അവൻ ചോദിച്ച അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തില്ലേ? ആ അനുഗ്രഹം കൊടുത്തതിൻ്റെ പേരിലല്ലേ എനിക്ക് ഇത്രയും താമസിച്ച് ആ കുട്ടിയുടെ നേരെ ഈ ക്രൂരതയൊക്കെ പ്രയോഗിച്ച്. പാവം അതെത്രയൊക്കെ കഷ്ടപ്പെട്ടു ആലോചിച്ച് നോക്കൂ. പാമ്പ് കടിക്കലും അത് ഇതൊക്കെ ആയിട്ട് ഈ വയ്യാവലി മുഴുവൻ വരുത്തി തീർത്തത് അങ്ങയാണ്. ഈ പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണ് അങ്ങ് ഹിരണ്യകശിപുവിന് കൊടുത്ത വരങ്ങൾ. മേലിൽ ഇങ്ങനെയുള്ള അമളി പറ്റരുത്, സൂക്ഷിച്ചിരിക്കണം എന്നൊരു താക്കീത് നൽകി മടങ്ങിപ്പോയി. ബ്രഹ്മാവിന് താക്കീത് നൽകിയെന്ന് കേൾക്കണുണ്ടോ നിങ്ങളത് മുഴുവനും? ആരാപ്പം അങ്ങനെ പറയുക? ആർക്കാണ് പറയാൻ സാധിക്കുക? നിങ്ങൾക്ക് പറ്റുമോ? അതിനാണ് ഞങ്ങളെപ്പോലെയുള്ള പരമഹംസന്മാരാവശ്യം. അവർ ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും, ഭക്തനെ ഇപ്പുറത്തും കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവർക്ക് പറയാനുള്ളതും ജനങ്ങളെ അറിയിപ്പിക്കാനുള്ളതും അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ വെളിപ്പെടുത്തും. ഭഗവാൻ ഇങ്ങനെ കുലിഞ്ഞു നിൽക്കും, മറ്റാൾ നിൽക്കും. ഇതാണ് പാരമഹംസ സംഹിത എന്ന് പറയുന്നത്. ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഈ പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞ് മുഴുവനാക്കി 3 കുട്ടികളെയാണ് ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ശമീക മഹർഷിയുടെ പുത്രൻ ശൃംഗി, അതിലും അല്പം പ്രായം കൂടിയ ധ്രുവൻ രാജകുമാരൻ, അസുരപുത്രൻ പ്രഹ്ലാദൻ. ഈ 3 പേരുടെയും വയസ്സിന് വ്യത്യാസമുണ്ട്. അവർ മൂലം നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ. ശമീക മഹർഷി മകനെ ഉപദേശിക്കുന്നതായിരുന്നു അവിടെയുള്ള പാഠം. അമ്മ പറഞ്ഞയക്കുന്നതായിരുന്നു ധ്രുവൻ്റെ കഥയിലുള്ള പാഠം. പ്രഹ്ലാദൻ പറയുന്നതും കേൾക്കുന്നതും അനുഭവിച്ചതും അവസാനം പ്രഹ്ലാദന് കിട്ടിയിട്ടുള്ള സമ്മാനവും അനുഗ്രഹവും ഇതൊക്കെയാണ് ഇവിടെയുള്ള പാഠം. സ്തുതി എത്ര വിശേഷപ്പെട്ടതാ! ഇനി അവസാനത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് എന്താ? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് മനുഷ്യനിൽ ഭക്തി രചിച്ച് ആ ഭക്തിയെ വളർത്തി കൊണ്ടുവന്ന് അത് സർവതോമുഖമാക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു വലിയ ഫാക്ടറിയിൽ 12 വർക്ക്ഷോപ്പുണ്ട്. ആ 12 വർക്ക്ഷോപ്പിൽ കൂടിയിട്ടാണ് അതിൻ്റെ ഉൽപ്പന്നം, ഒരു കാറോ ട്രക്കോ എന്താണെന്ന് വെച്ചാൽ പുറത്തു വരുന്നത്. ആദ്യത്തെ ഷോപ്പിലാണ് റോ മെറ്റീരിയൽ ആദ്യമായിട്ട് അതിലേക്ക് ഫീഡ് ചെയ്യുക. ആ റോ മെറ്റീരിയൽ ഫീഡ് ചെയ്തതിന് ശേഷം പടിപ്പടിയായി ഇതിനെ സംസ്കരിച്ച് കൊണ്ടുവന്ന് 12ാമത്തെ സ്കന്ധം വർക്ക്ഷോപ്പ് കഴിയുമ്പോൾ അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായി, ഭക്തിമയമായി. തിളങ്ങി മിന്നുന്ന ഭക്തിയാണ് ആ വസ്തുവിൽ കാണുക. ആ റോ മെറ്റീരിയൽ ഒന്നും അതിൽ കാണാൻ പറ്റില്ല. അതുപോലെയാണ് ഭാഗവതം. അങ്ങനെയുള്ള ഭാഗവതത്തിൽ 10ാം സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ പ്രഭാവങ്ങളും നിറവുകളും
സാഹസങ്ങളും എല്ലാം വിവരിച്ച് പറയണത്. ഏത് മനസ്സിനും ആകർഷകമായിട്ടുള്ള പല ഭാവങ്ങളും കൃഷ്ണചരിതത്തിൽ കാണാം. കുട്ടികൾക്ക് കേൾക്കാൻ, അഡോളസൻ പ്രായത്തിലുള്ളവർക്ക് കേൾക്കാനും ആസ്വദിക്കാനും, പ്രായപൂർത്തിയായവർക്ക്, വയസ്സന്മാർക്ക്, മരിക്കാറായവർക്ക് എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ ധാരാളം വിളമ്പിത്തരുന്നു ശ്രീമദ് ഭാഗവതം. അതിൽ 11ാമത്തെ സ്കന്ധമാണ് കൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ മാഹാത്മ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞു. അദ്ദേഹം സർവ്വകാര്യങ്ങളും നിർവഹിച്ച് മടങ്ങിപ്പോവാൻ തയ്യാറായിരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് വന്നതും മെമ്മറാൻഡം സമർപ്പിച്ചത്. അത് കേട്ട് മനസ്സിലാക്കി പറഞ്ഞു, എൻ്റെ കുലത്തെ കൂടി നശിപ്പിച്ചാലേ എൻ്റെ കൃത്യം മുഴുവനാവുള്ളൂ. അവർ ഗർവിഷ്ഠരായിരിക്കുകയാണ്. ഞാനുള്ളപ്പോൾ ആ ഗർവ് പ്രകടമായില്ല. ഞാൻ പോയിക്കഴിഞ്ഞാൽ സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് പോലെ അവർ സമാജത്തെ ഉപദ്രവിക്കും, താങ്ങാനാവില്ല. അതുകൊണ്ട് തമ്മിൽ ഛിദ്രമുണ്ടാക്കി മുളമ്പട്ടിൽ കൂട്ടിയിടിച്ച് എങ്ങനെയാണോ തീ ഉണ്ടായി മുള മുഴുവനും നശിക്കുന്നത്, അതേമാതിരി ഈ വിഷ്ണു കുലത്തിനെ മുഴുവൻ നശിപ്പിക്കണം. എന്നിട്ട് ഞാൻ അതേ നിയമത്തിന് വിധേയമായി മടങ്ങി വരാം എന്ന് പറഞ്ഞയച്ചു. ആ വർത്തമാനം ഉദ്ധവന് മനസ്സിലാക്കിയപ്പോഴാണ് ബ്രഹ്മ പോയതിന് ശേഷം കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന്, നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയമാമപി എന്ന് പറഞ്ഞത്. ഭക്തന്മാർ ഭാരതത്തിൽ പലയിടങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായും ചൊല്ലുന്ന ഒരു ശ്ലോകമാണിത്. അല്ലേ ഭഗവൻ, അങ്ങയുടെ പാതാരവിന്ദത്തെ അരനിമിഷം പോലും അകന്നിരിക്കാൻ, ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൂടി കൊണ്ടുപോകണം. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ പറയാനാകുന്നുവോ അപ്പോഴേ നിങ്ങൾ പൂർണ്ണ ഭക്തനായുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഉടനെ ഭഗവാൻ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കൊണ്ടുപോലും ഇല്ല, ഒരു കൊണ്ടുവരലും ഇല്ല. നമുക്കിവിടെ ജീവിക്കലേ ഉള്ളൂ. നമ്മുടെ ജന്മം നമുക്കറിയില്ല, മരണവും നമ്മൾ അനുഭവിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ നമ്മളെ മരിച്ചു എന്ന് പറഞ്ഞ് ശവം ദഹിപ്പിക്കുന്നതല്ലാതെ ഞാൻ മരിച്ചു, എൻ്റെ ശരീരം നിങ്ങൾ ദഹിപ്പിക്കൂ എന്ന് പറയുന്നവർ വല്ലവരും ഉണ്ടോ? മരണമില്ല, ജന്മമില്ല. ഇത് രണ്ടുമില്ലാത്തതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മ, നമ്മുടെ ജീവൻ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ കൃഷ്ണന് ശരിയായ ഒരു മറുപടി പറയണമല്ലോ. ആ മറുപടി എന്താ പറഞ്ഞത്? എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉദ്ധവ, നീ എവിടെ പോണോ അവിടേക്കൊക്കെ പോയിക്കോളൂ. ഞാൻ പോവാൻ നിൽക്കണ്ട, എന്നെ വിട്ട് ബുദ്ധവൻ തന്നെ പോയിക്കോളൂ. അപ്പോൾ വിഷമം പിന്നെ എനിക്കായല്ലോ. ഞാൻ പോയി 7ാം ദിവസം ഈ ദ്വാരകയും ഇതൊന്നും ഉണ്ടാവില്ല, ഒക്കെ കടലെടുത്തു പോവും. ഈ ലോകം തന്നെ അധിവസിക്കാൻ പറ്റാത്തത്ര ദുഷിച്ചു പോകും. നീ അതൊന്നും കാണാനിരിക്കണ്ട, പോയിക്കളയൂ എന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞത് ശരിയാ, പറഞ്ഞ മാത്രയിൽ അനുഷ്ഠിക്കണം. അത് സാധിക്കണില്ല. മനസ്സിലുള്ള മോഹവും ഭ്രമവും എല്ലാം കൂടിയിട്ട് വിഷമാണ്. അപ്പോൾ എന്തു വേണം? അങ്ങ് പറഞ്ഞത് വേണ്ടതുപോലെ സാധിപ്പിക്കത്തക്ക വിധത്തിൽ എൻ്റെ മനസ്സിനെ ശക്തമാക്കി ബുദ്ധിയെ പ്രബുദ്ധമാക്കണം. അതിന് വേണ്ട ഉപദേശം എനിക്ക് തരൂ. അങ്ങേപ്പോലെ ഒരു ഉപദേഷ്ടാവിന് ലോകത്തിൽ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല, ഇഹലോകത്തിലല്ല പരലോകങ്ങളിലുമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഒരു ഉപദേശം നടത്തി. ഭഗവത്ഗീത 18 അധ്യായം. ഈ ഉദ്ധവന് കൊടുത്ത ഉദ്ധവഗീത എന്നാണ് അതിന് പറയുക. 11ാം സ്കന്ധത്തിൽ കൃഷ്ണൻ തന്നെ പറയുന്ന അന്തിമോപദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. കുരുക്ഷേത്രത്തിൽ പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായതാണ്. ഇവിടെ അത്രയ്ക്ക് പൊടുന്നനെയാണെന്ന് പറഞ്ഞുകൂടാ. സമാധാനമായി ദ്വാരകയിൽ വിശ്രമിച്ചിരിക്കുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണിലുണ്ണി ഉദ്ധവൻ അടുത്തു വന്ന് നമസ്കരിച്ച് പറഞ്ഞതാ കാര്യം. അപ്പോൾ അല്ലലുമില്ല, അലട്ടുമില്ല. അവിടെ ഒരു സഞ്ജയനെങ്കിലും ഉണ്ട് കൂടെ, ഇവിടെ ആരുമില്ല, ഇഷ്ടം പോലെ. അപ്പോൾ ഭഗവത്ഗീതയിൽ എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞത് വിട്ട് പല കാര്യങ്ങളും ഈ ഉദ്ധവഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പറച്ചിലുണ്ട്, ഭഗവത്ഗീത വിധിയാണെങ്കിൽ ഉദ്ധവഗീത വിധി ശേഷമാണ് എന്ന് പറയും അറിവുള്ളവർ. അങ്ങനെ ഉദ്ധവനെ ഉപദേശിച്ച 24 അധ്യായത്തിൽ പലതും കൃഷ്ണൻ പറയുന്നു. ആ പലതും പറയുന്നതിൽ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്ന പ്രത്യേകം ചില ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ ചുരുക്കത്തിലെങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു നിർത്തുന്നതിന് മുൻപ്. എൻ്റെ ഭക്തനുണ്ടല്ലോ, ആ ഭക്തൻ ഒരു സാധനം ആവശ്യപ്പെടില്ല എന്നാണ് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിൽ നിർത്തുന്നതാണ്. ഭഗവാൻ പരമകല്യാണരൂപിയാണ്. ആ കല്യാണരൂപിയായ ഭഗവാനെ മനസ്സിൽ നിർത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണമെന്ന് തോന്നുമോ? തോന്നിയാൽ അത് ഭഗവാന് അപമാനമല്ലേ? ഭഗവാനെയാണ് മനസ്സിൽ നിർത്തുന്നത്. ഭഗവാനെ മനസ്സിൽ നിർത്തിയാൽ ആ മനസ്സിന് പിന്നെ പോരായ്മയോ
ആ മനസ്സിന് പിന്നെ വയ്യാവലിയോ? എന്താണ് ആ മനസ്സിന് കേട്? എന്താണ് കുറവ്? എന്താണ് വലച്ചൽ? തകർച്ചയോ? ഒന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാ? ഉദ്ധവ കേട്ടോളൂ. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഞാൻ ഈ ശ്ലോകം വളരെ ഇഷ്ടപ്പെട്ട് ചൊല്ലും. ആര് കേൾക്കാനാ? ആരും കേൾക്കാനല്ല, എൻ്റെ കാതിന് കേൾക്കാൻ. ഞാൻ പൊട്ടനായിട്ടില്ലല്ലോ. ഇതങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ടാപ്പാ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭഗവാൻ പ്രത്യക്ഷപ്പെടണമെന്ന്. ഭഗവാൻ പ്രത്യക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നില്ല എന്ന അർത്ഥം. അതുമാത്രമല്ല, ഈ കാണുന്നത് മുഴുവൻ ഭഗവാനല്ല എന്നും കൂടി അർത്ഥമായി. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഭഗവാൻ പ്രത്യക്ഷപ്പെടണമെന്ന്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ? എല്ലാം ഭഗവാനായി കാണണം, ഉള്ളതൊക്കെ ഭഗവാനാണ്. അതങ്ങനെ മനസ്സിലാക്കാനുള്ള കണ്ണെനിക്ക് തരൂ, കണ്ണെനിക്ക് തരൂ. അങ്ങേ ചിലപ്പോൾ കണ്ടു, ചിലതിൽ കണ്ടു. കാണുന്നത് ചുരുക്കം, മറക്കണത് കൂടുതൽ. ഇങ്ങനെയൊരു കടലിൽ എന്നെ കൊണ്ട് തള്ളരുത്. എപ്പോഴും അങ്ങ് തന്നെ, എല്ലായിടത്തും അങ്ങ് തന്നെ. ഞാനും അങ്ങ്, നീയും അങ്ങ്, അവനും അവളും അവരും ഇവരും ഒക്കെ അങ്ങ്, പഞ്ചഭൂതങ്ങളും അങ്ങ്, എല്ലാം എന്ന് തോന്നണം. ഇതാണ് നിങ്ങളുടെ വഴി. ന പാരമേഷ്ട്യം ന മഹേന്ദ്രധിഷ്ണ്യം. ബ്രഹ്മാവിരിക്കുന്ന ലോകത്തെ അഭിലഷിക്കില്ലത്ര ഭഗവാൻ. ന മഹേന്ദ്രധിഷ്ണ്യം, അവന് ഇന്ദ്രപദവിയും വേണ്ട. ന സാർവഭൗമം, ചക്രവർത്തിയാകേണ്ട. ന രസാധിപത്യം, പാതാള ലോകത്തിൽ ആധിപത്യം വേണോ? അതും വേണ്ട. ന യോഗസിദ്ധീ, അഷ്ടസിദ്ധികളുണ്ട് യോഗാഭ്യാസം കൊണ്ട് കൈക്കലാക്കുന്നത്. അണിമാ മഹിമാ ചെയ്വ എന്ന് പറയുന്ന അഷ്ടസിദ്ധികൾ, അതും വേണ്ട. അപുനർഭവം വാ, രണ്ടാമത് ഈ ലോകത്തിൽ വന്ന് ജനിക്കരുതേ, അരുതേ. അപ്പോൾ ഈ ലോകം അത്ര തകരാറാ. ഇതാരാ രചിച്ചത്? ഭഗവാൻ. ഇതിൽ അധിവസിക്കുന്നതോ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ രചിച്ച് ഭഗവാൻ അധിവസിക്കുന്ന ഈ ലോകം നിങ്ങൾക്ക് ദുസ്സഹമോ? അപ്പോൾ പെശക എവിടെയാ കൂട്ടരെ? നമ്മുടെ മനസ്സിലാ. ഇവിടെ ഒരു തകരാറുമില്ല. എന്തൊക്കെ വേണമെങ്കിൽ ഇവിടെ കൂടിയാട്ടം നടത്തിക്കോട്ടെ, നല്ലതും ചീത്തയും പാപവും പുണ്യവും. അതുകൊണ്ട് നമ്മൾക്കെന്ത് വേണം? ഇതൊക്കെ ദൃശ്യമാണ്. നിങ്ങളോ ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവിന് ഒരു ദൃശ്യവും സ്പർശിക്കില്ല. ഇഷ്ടം പോലെ എന്തു വേണമെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷാബുദ്ധി വേണ്ടയിടത്ത് ഉപേക്ഷാബുദ്ധി, സഹായിക്കണമെന്ന് തോന്നേണ്ടയിടത്ത് സഹായിക്കാൻ, സഹിക്കേണ്ടതിനെ സഹിച്ച്, അനുഭവിക്കേണ്ടതിനെ അനുഭവിച്ച്, തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് കൊണ്ട്, അങ്ങനെ ആപ്തകാമനായി ആറാടി കഴിയാനാണ് ഭക്തി. അപ്പം അയാൾക്ക് ഒന്നും വേണ്ട. ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ. ഒരിക്കലും വിചാരിക്കരുതേ രണ്ടാമത് ഈ ലോകത്തിൽ വന്ന് പറക്കരുത് എന്ന്. പിന്നെ വിചാരിക്കേണ്ടത് എന്താ? ഈ ലോകത്തെ നന്ദനവനമായി കണ്ട് ഇവിടെ സന്തോഷ സാമ്രാജ്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. എത്ര കാലം വേണമെങ്കിൽ ഇവിടെ കഴിയാം, എനിക്ക് വീർപ്പുമുട്ടില്ല എന്ന് തോന്നുന്ന ആ വൈഭവമാണ് നമുക്ക് ആവശ്യം. മയ്യ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവന് ഞാനല്ലാതെ ഒന്നും വേണ്ട. ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മാവിൻ്റെ സ്ഥാനം വേണ്ട, ചക്രവർത്തിയുടെ സിംഹാസനം വേണ്ട, പാതാള രാജ്യവും വേണ്ട, യോഗസിദ്ധികളും വേണ്ട, രണ്ടാമത് ജനിക്കാത്തൊരു മോക്ഷവും ആവശ്യമില്ല. എല്ലാം അനാവശ്യം. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താമഹാന്തോ അഖിലജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തി യത് തന്നഹിരപേക്ഷ്യം ന വിദുഃസുഖം മമ. എത്ര വിശേഷപ്പെട്ട ശ്ലോക. നിങ്ങളിത് ഒരെണ്ണെങ്കിലും പഠിച്ച് ഒരു 10 ലക്ഷം തവണ ജപിക്കൂ. വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് സുഖത്തിനും സന്തോഷത്തിനും സാഫല്യത്തിനും. നിഷ്കിഞ്ചന മയി അനുരക്തചേതസഃ. ഈ ലോകത്തിൽ നിഷ്കിഞ്ചനന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അധികം പേരില്ല, കുറച്ച് പേര്. കിഞ്ചനന്മാരെന്ന് പറഞ്ഞാൽ എന്താ?
എന്തെങ്കിലും ഒന്ന് എൻ്റെ കയ്യിലുണ്ട് എന്നൊരു തോന്നലാണ് കിഞ്ചനത്വം. നിഷ്കിഞ്ചന എന്ന് പറഞ്ഞാൽ അതും കൂടി ഇല്ല. എൻ്റെ ശരീരവും എൻ്റെ അല്ല. ശരീരം നിലനിൽക്കണമെങ്കിൽ കാറ്റ് വേണം. ആ കാറ്റ് എൻ്റെ അല്ല. ആരാ കാറ്റിനെ നിലനിർത്തുന്നത്? എനിക്കറിയില്ല. അപ്പം കാറ്റിനാൽ ഉപജീവിക്കുന്ന ശരീരം എൻ്റെ അല്ലല്ലോ. ഭൂമി എൻ്റെ ആണോ? അല്ല. ഭൂമിയിലല്ലേ ഞാൻ നിൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും. അപ്പം എൻ്റെ എന്ന് പറയാൻ ഒന്നുമില്ല അങ്ങനെയുള്ളവർ. അത് വന്നാൽ എന്താവും? മൈ അനുരക്തചേതസഃ, ഭഗവാനോട് അനുരാഗം തോന്നും. അനുരാഗത്തിലൂടെ അവർ ഭഗവാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. അപ്പോൾ ഈശ്വരനോട് തോന്നുന്ന അനുരാഗമാണ് ഭക്തി. ആ അനുരക്തത കൊണ്ട് ഒന്നും വേണ്ട എന്നവർക്ക് തോന്നുന്നു. ശാന്ത മഹാന്തോ അഖില ജീവവത്സലാഹ, അവരുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല. അതിമഹത്തായ ഒരു ലക്ഷ്യവും ഉന്നവുമാണുള്ളത്. അഖില ജീവവത്സലാഹ, എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെ വാത്സല്യമാണവർക്ക്. എത്ര ജീവജാലങ്ങളാണ് ഭൂമണ്ഡലത്തിൽ! എല്ലാറ്റിനും അതിൻ്റേതായ സ്ഥാനവും പ്രയോജനവുമുണ്ട്. അത് ക്രൂരജന്തുക്കളാകട്ടെ അല്ല ശാന്തജന്തുക്കളാകട്ടെ, എല്ലാറ്റിനും ഉണ്ട് സ്ഥാനവും പ്രയോജനവും. എല്ലാറ്റിനെയും വാത്സല്യത്തോടു കൂടി കാണുക. കാമൈഹി അനാലബ്ധധിയോ ജുഷന്തിയത്, അവരുടെ ബുദ്ധിയിൽ ഈ ആഗ്രഹം എന്ന് പറയുന്ന ആവരണം ഇല്ലാതെയായി കഴിഞ്ഞാൽ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ആഗ്രഹങ്ങൾ ഒഴിഞ്ഞു എന്നിരിക്കട്ടെ, മനസ്സ് പവിത്രമായി ശുദ്ധ നിർമ്മലമായി. ആ ശുദ്ധ നിർമ്മലമായ മനസ്സിൽ തനിയെ 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 ഉറഞ്ഞു പൊന്തി വരുന്നതാണ് ആത്മസുഖം. ആ സുഖത്തിന് ബാഹ്യ വിഷയങ്ങളല്ല കാരണം, ഹേതു. അവരുടെ മനസ്സിൽ നിന്ന് സ്വയം ഒരാളെ എല്ലാം വിട്ട് കിടന്നുറങ്ങണു. ഉറങ്ങാനായിട്ട് വല്ല സാധനവും വേണോ? വേണ്ട. താൻ മാത്രമായിട്ടാണ് കിടന്നുറങ്ങണത്. അതിൽ ലയിച്ചു പോകും. അതേമാതിരി ആഗ്രഹങ്ങളുടെ ആവരണമില്ലാതെയായി എന്നുണ്ടെങ്കിൽ തന്നെത്താനെ അവിടെ ഒരു സുഖം അനുഭവപ്പെടും. ആ അനുഭവം തൻ നൈരപേക്ഷ്യം എന്നാണ് ആ സുഖത്തിന് പറയുക. ഒരു വിധത്തിലുള്ള അപേക്ഷയോ ആവശ്യമോ ഇല്ലാതെ സ്വതന്ത്രമായി ശുദ്ധമായി പവിത്രതയോടുകൂടി അങ്ങനെ ജീവിക്കുന്നവർക്ക് നൈരപേക്ഷ്യം എന്ന് പറയുന്ന ഒരു സുഖം. ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്ന സുഖമുണ്ട്, ആഗ്രഹങ്ങളില്ലാതെയായി കിട്ടുന്ന സുഖവുമുണ്ട്. ആ സുഖത്താൽ അവർ പൂർണ്ണരായി. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ് എന്ന് ചോദിക്കുന്നു. ആര്? കൃഷ്ണൻ. ആരുടെ മുൻപിലത്? ഉദ്ധവൻ്റെ മുൻപിൽ. ഉദ്ധവനെ പറഞ്ഞയക്കാൻ പോവാണ്. എവിടേക്ക്? ബദരികാശ്രമത്തിലേക്ക്. കൃഷ്ണനെ വിട്ട് കൃഷ്ണൻ പോകുന്നതിന് മുൻപ് തന്നെ മെതിയടികൾ തലയിൽ വെച്ച് നമസ്കരിച്ച് കാലടി മുഴുവൻ കണ്ണീരിൽ കുതിർത്തി എണീറ്റ് തിരിഞ്ഞു നോക്കി ഉദ്ധവൻ പോയി പോപ്പിച്ചു. ആര്? കൃഷ്ണൻ. അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചതുപോലെ ഉദ്ധവനെ കൊണ്ട് ചെയ്യിച്ചു പോക്ക്. കൃഷ്ണൻ പോകുന്നതിന് മുൻപ്. പോയാലല്ലേ ഉദ്ധവന് കഷ്ടപ്പാട്. പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞയച്ചാൽ അതൊരു ദൗത്യ നിർവഹണമായല്ലോ. അങ്ങനെയാണ് ചെയ്തത്. കൃഷ്ണൻ്റെ അടുത്ത് എന്ത് പ്രശ്നം എങ്ങനെ വേണമെങ്കിൽ കൊണ്ടു കൊടുക്കൂ, അദ്ദേഹത്തിന് അത് പരിഹരിക്കാനുള്ള കുശലതയും യോഗ്യതയും എല്ലാം ധാരാളമുണ്ട്. നിഷ്കിഞ്ചനാമയീ അനുരക്തചേതസഃ ശാന്താമഹാന്തോ അഖില ജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുഃസുഖം മമ. പോരാ. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാ ദിശഃ. അകിഞ്ചനസ്യ ദാന്തസ്യ. ഈ ശ്ലോകം നിങ്ങളൊന്ന് ഏറ്റുചൊല്ലുമോ? ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ കിരീടം സമ്മാനമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അകിഞ്ചനസ്യ ദാന്തസ്യ അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ
मया सन्तुष्टमनसः सर्वाः सुखमया दिशः सर्वाः सुखमया दिशः अकिञ्चनस्य दान्तस्य अकिञ्चनस्य दान्तस्य शान्तस्य समचेतसः शान्तस्य समचेतसः मया सन्तुष्टमनसः मया सन्तुष्टमनसः सर्वाः सुखमया दिशः सर्वाः सुखमया दिशः നിങ്ങൾ ഒരൊറ്റ ആളിനി പറയരുത് എന്നോട്, ആരെ കൊണ്ടും പറയിപ്പിക്കരുത്. എന്ത്? ഈ ലോകത്തിൽ സുഖം കിട്ടാൻ വിഷമമാണെന്ന്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒന്നും നേടും വേണ്ട. ഈ ലോകം മുഴുവനും സുഖസ്വരൂപമായി അനുഭവപ്പെടും. അതിനുള്ള വഴി എന്താ? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമായി എന്നുണ്ടെങ്കിൽ ലോകം മുഴുവനും സുഖം എന്ന് പറയണ പരവതാനി വിരിച്ചു കാണാം നിങ്ങൾക്ക്. എന്താ അതിനുള്ള വഴി? അകിഞ്ചനസ്യ ദാന്തസ്യ. നിഷ്കിഞ്ചനെ പറ്റി ഞാൻ പറഞ്ഞു. അതുതന്നെയാണ് വേറെ അകാരം കൊടുത്തുകൊണ്ടൊരു നിഷേധമുണ്ടാക്കിയതാണ്. അകിഞ്ചനസ്യ, കിഞ്ചനം എന്നും എൻ്റെ അല്ല എന്ന് തോന്നുന്നവൻ. ദാന്തസ്യ, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത്ര നിയമനം വന്നിട്ടുള്ളവൻ. ശാന്തസ്യ, മനസ്സിൽ അഭിലാഷമോ ആഗ്രഹങ്ങളോ ഇല്ലാത്തവൻ. സമചേതസഹ, എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ. എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ. കണ്ണുകൊണ്ട് കണ്ടാൽ ഉള്ളതൊക്കെ രൂപമാണ്. അതുപോലെ ശുദ്ധ മനസ്സുകൊണ്ട് കാണുമ്പോൾ എല്ലാം ശുദ്ധമയമാണ്. ആനന്ദം നിറഞ്ഞ മനസ്സോടുകൂടി കാണുമ്പോൾ സർവ്വതും ആനന്ദപൂർണമായിരിക്കും. സമചേതസഹ മയാ സന്തുഷ്ടമനസഃ. ആരുടെ മനസ്സാണോ എന്നാൽ സന്തുഷ്ടമായിരിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈശ്വരനെ ഭജിക്കുന്നത്? ഈശ്വരനെ ഭജനത്തിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഈശ്വരനെ ഭജിക്കുന്ന നിങ്ങൾക്ക് ആ ഈശ്വരൻ തന്നെ പൂർണ്ണമായ സന്തുഷ്ടി തരുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ വേറെ വല്ലതും? സർവാഹ സുഖമയാദിശ. അങ്ങനെയുള്ളവർക്ക് ഈ സന്തോഷം മനസ്സിൽ ഒതുങ്ങി നിൽക്കില്ല. അവർ കാണുന്നതും കേൾക്കുന്നതും വ്യവഹരിക്കുന്നതും എല്ലാം തന്നെ സുഖമയമായി തീരും. സുഖമയമായി തീരും. സുഖപൂർണമാകും. മനസ്സ് സുഖപൂർണമാകട്ടെ. മനസ്സിനെ സുഖപൂർണമാക്കാനാണ് ഇവിടെ ഒന്നും എൻ്റേതല്ല എന്നുള്ള തോന്നൽ. ഇന്ദ്രിയങ്ങൾ ലക്കും ലഗാനവുമില്ലാതെ പ്രവർത്തിക്കരുത്. മിതശീലമായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ അഭിലാഷമുണ്ടാകരുത്. എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരനെ അധിവസിക്കുന്നു എന്നുള്ള തോന്നൽ വേണം. ആ ഈശ്വരനെ സ്മരിച്ചും ചിന്തിച്ചും ആലോചിച്ചും ഈശ്വരനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ചോദ്യമുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ആ ചിന്തയിൽ രസിക്കുന്നവൻ, അതിൽ മുഴുകുന്നവൻ, അവർക്കാണ് എല്ലാ ദിക്കും സുഖമയം. അപ്പോൾ സുഖം അപൂർവമാണ് എന്ന് വിചാരിക്കരുത്. സദാ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് സുഖം. കൃഷ്ണന് തൃപ്തിയാവുന്നില്ല. എന്താണ് ഈ ഭക്തി? ആ ഭക്തനുള്ള സ്ഥാനമെന്ത്? സാധാരണ ഭക്തന്മാർ ഭഗവാനെ തേടി പോകുന്നവരാ. അങ്ങനെ തേടുന്ന ഭക്തന്മാർ എപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലായിത്തീരുന്നുവോ അവർ അലൗകികരായി. ഭഗവാന് കണ്ണിലുണ്ണിയാണ് അത്തരക്കാർ. മാത്രമല്ല പറയണത് കേൾക്കൂ, കാത് കടം മേടിച്ച് കേൾക്കൂ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താ? ഭക്തി എന്നുള്ള വെറും 2 അക്ഷരമാണോ 18,000 ശ്ലോകത്തിൽ നിരത്തി വച്ചിരിക്കുന്നത്? അല്ല. അതിൽ പലതരത്തിലുള്ള വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും സംവാദങ്ങളും അവതരണങ്ങളും ചർച്ചകളുമുണ്ട്. എന്തിനു വേണ്ടി? മനുഷ്യൻ്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ, മനുഷ്യൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കാൻ, അതിന് വിജ്ഞാന വിശാലതയുണ്ടാവാൻ. അതിനാണ് ഈ പറയുന്നത് മുഴുവനും. അപ്പോൾ അവസാനം ആ ഭക്തിയുടെ പരിസമാപ്തിയെപ്പറ്റി പറയുകയാണ്. ഒരു കൂസലും ഒരു സംശയവും കൂടാതെ ശ്രീമദ് ഭാഗവത കർത്താവ് കൃഷ്ണൻ്റെ മുഖത്തിലൂടെ ഇതാ ലോകത്തോട് എന്നേക്കുമായി സംസാരിക്കുന്നു. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം
പൂയേത്യംഘ്രിരേണുഭി. ഇതാണ് ഭക്തിയുടെ പരമാവധി. പരമാവധി. തികഞ്ഞ ഭക്തൻ ഭഗവാനെ തേടി നടക്കില്ല കൂട്ടരെ. ഭഗവാൻ ആ ഭക്തനെ തേടി നടക്കും. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാര സമ്പന്നത. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് നമ്മുടെ ബലം. ഇതാണ് നമ്മുടെ നേട്ടം. ഇതാണ് നമ്മുടെ അഴിവില്ലാത്ത നിധി. നമുക്ക് ഒന്നും വേണ്ട കൂട്ടരെ. പട്ടിണി വന്നാൽ അതിനെ പ്രബലമായ ഒരു തപോനിഷ്ഠയായി പരിഗണിക്കുന്നവരാണ് ഭാരതീയർ. ബാക്കിയുള്ളവർ ചൂളുന്ന പോലെ നമ്മൾ ചൂളില്ല. പാണ്ഡവന്മാർ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അശ്വമേധയാഗം നടത്തി 36 കൊല്ലം രാജ്യം ഭരിച്ച് കൃഷ്ണപരമാത്മാവിതാ ശരീരം വിട്ടു എന്ന് കേട്ടപ്പോൾ ഇനി ഈ ലോകത്തിലിരിക്കണ്ട, കൃഷ്ണൻ പോയതിന് ശേഷം നമുക്കോ എന്ന് പറഞ്ഞ് പാഞ്ചാലിയും പഞ്ചപാണ്ഡവന്മാരും കൂടി ഹിമാലയത്തിലേക്ക് നടന്ന് കയറിയപ്പോൾ ആ പാദസ്പർശമേറ്റ ഹിമാലയമാണ് നമ്മളെ സംരക്ഷിക്കുന്നതും നമുക്ക് ആശ്രയമായി കഴിയുന്നതും. നാം ഈശ്വരനെ സ്തുതിച്ച് മാത്രം കഴിയുന്നവരല്ല, ഈശ്വരനെ അനുഭവിച്ച് കഴിയുന്നവരാ. ഈശ്വരാനുഭവത്തിൻ്റെ പേരിൽ, ആ വെളിച്ചത്തിൻ്റെ പേരിൽ നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒന്നിനെയും വിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. രാജ്യം മുഴുവനും വേണ്ടപ്പെട്ടവരിൽ ഏൽപ്പിച്ച് പോയി അവർ ഒന്നൊന്നായി വീണു. ജീവവായു ഉണ്ടാവില്ലല്ലോ മുകളിലേക്ക് നടന്നു പോകുമ്പോൾ. എത്ര രാജാക്കന്മാർ സിംഹാസനം വിട്ട് കാട്ടിൽ ചെന്ന് മുനിവൃത്തിയിൽ കഴിഞ്ഞിരിക്കുന്നു ഈ പാവന ഭാരതത്തിൽ. നാം പാടുന്നത് അഴിവില്ലാത്ത അലൗകിക വൈഭവത്തെക്കുറിച്ചാണ്. നമുക്ക് ധനഗീതയില്ല, അവിടെ അർത്ഥഗീതയില്ല. നമുക്ക് മോക്ഷഗീത, ഭക്തിഗീത, ജ്ഞാനഗീത, ഇതൊക്കെയാണ് നമുക്കുള്ളത്. നോക്കൂ എന്താ പറയണതെന്ന്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യംഘ്രിരേണുഭി. എൻ്റെ പൊന്ന് ഉദ്ധവ, നീ കേൾക്ക ഞാൻ പറയുന്നത്. നിരപേക്ഷം മുനിം ശാന്തം. ഒരു വിധത്തിലുള്ള അപേക്ഷയും മനസ്സിൽ ഉണ്ടാവരുത്. എല്ലാം കൊഴിഞ്ഞു പോയി തെങ്ങിൻ്റെ പട്ട വീഴണ പോലെ. തെങ്ങിന് ഓരോ മാസം ചെല്ലുമ്പോഴും പട്ട ഓരോന്ന് വീണുകൊണ്ടിരിക്കും. ഒരൊറ്റ കൊമ്പ് അതിലടിയിലുണ്ടാവില്ല, തലപ്പത്ത് മാത്രമേ ഉള്ളൂ നാളികേരവും പട്ടയും പൂക്കൊലയും. വളർച്ച എന്ന് പറഞ്ഞാൽ കൊഴിച്ചൽ എന്നർത്ഥമാണ്. ഈ മനുഷ്യത്വം ഉണ്ടല്ലോ, അതും വളരുമ്പോൾ പട്ട കൊഴിഞ്ഞു പോട്ടെ. നിരപേക്ഷം, ഒരൊറ്റ അപേക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. കാരണം ഈശ്വരനാണ് മനസ്സിൽ. ഈശ്വരൻ അപേക്ഷിക്കുന്നവനല്ല. അപ്പോൾ ഈശ്വരനെ മനസ്സിൽ നിർത്തിയ ഭക്തനാണോ പിന്നെ അപേക്ഷ? ഇല്ല, ഉണ്ടാവില്ല. നിരപേക്ഷം മുനിം ശാന്തം. മൗനശീലത്തിൽ കഴിയുന്നവനാണവൻ. ആവശ്യത്തിനെ സംസാരിക്കൂ. ശുഗമഹർഷി നൂലുബന്ധമില്ലാതെ നടന്നു. പരീക്ഷിത്ത് പ്രായോപവേശം അനുഷ്ഠിച്ചു എന്ന് കേട്ടപ്പോൾ ആ മഹാരാജാവിന് ഒരു പക്ഷേ ഞാൻ പറയണത് കേൾക്കേണ്ടത് ആവശ്യമാണ്. ആസന്ന മരണനാണ് അദ്ദേഹം. അപ്പോഴാണ് അങ്ങോട്ട് ചെന്നത്. അല്ലെങ്കിൽ ശുഗമഹർഷി ഒരൊറ്റ ആളോടൊന്നും സംസാരിക്കില്ല. എന്തിന്? ശാന്തം. ആഗ്രഹങ്ങളില്ലാതെ മനസ്സ് ശാന്തമായിരിക്കുന്നു. നിർവൈരം, ഒറ്റ ആളോട് വൈരമില്ല. അജാതശത്രുവാണ്. സമദർശനം. എല്ലാ ദിക്കിലും ഒരുപോലെ കാണുന്നു. ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം, ആത്മാവാണെങ്കിൽ ആത്മാ, ഈശ്വരനോ ഭഗവാനോ ആണെങ്കിൽ അങ്ങനെ. സ്വർണം കൊണ്ടുണ്ടാക്കിയ പണ്ടം മുഴുവനും സ്വർണമയമല്ലേ? പഞ്ഞുകൊണ്ടുണ്ടാക്കിയ വസ്ത്രം മുഴുവനും പഞ്ഞിമയമല്ലേ? ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ടത്, ഈശ്വരൻ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ളത്, അത് സർവ്വസ്ഥലത്തും ഈശ്വരമയമല്ലേ? കരിമ്പിൻ്റെ നീരുകൊണ്ട് അതിനെ വേവിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ശർക്കര നിങ്ങൾ എവിടെ ചുഴിഞ്ഞെടുത്ത് വായിലിട്ടോളൂ, അത് മധുരമല്ലേ അകവും പുറവും? അതേമാതിരി ഈ ലോകശർക്കര സർവസ്ഥലത്തും ഈശ്വരരസം തരുന്നതല്ലേ? സമദർശനം. അനുവ്രജാമ്യഹം നിത്യം. ആരാ ഇത് എഴുതുക?
ആരാ ഇത് പറയുക? അങ്ങനെ ഒരു ഭക്തനെ കാണുന്നത് അപൂർവമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഭക്തി ഉണ്ടെങ്കിൽ, ഉദ്ധവാ, ഞാൻ ആ ഭക്തനെ പിന്തുടർന്ന് നടക്കണു. അനുവ്രജാമ്യഹം നൂനം അഹം നിത്യം. എന്തിന്? പൂയേയേത്യഘ്രിരേണുഭി. ആ ഭക്തൻ്റെ പാദധൂലിയേറ്റ് എനിക്ക് പവിത്രത വരണം എന്ന് വിചാരിച്ച് ആ ഭക്തൻ്റെ പിന്നാലെ ഞാൻ പോണു. മുമ്പിലല്ല നടക്കണത്, പിന്നാലെ. ഭക്തനെ മുമ്പിൽ നിർത്തി പിന്നാലെ ഞാൻ നടക്കണു. ഭക്തിയുടെ പരിസമാപ്തി അത്. ഇതാരാ പറയുക? ഒരു പരമഹംസനെ ഇത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ശാസ്ത്രമുണ്ടോ അതെല്ലാം വായ്മൊഴിയായി പുറത്തു വന്നിട്ടുള്ളതാണ്. ആകാശത്തിൽ നിന്ന് പൊട്ടിമുളച്ചതല്ല, സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നതല്ല, ഭൂമി പിളർന്നുണ്ടായതല്ല. ഭൂമിയിൽ നിന്ന് വൃക്ഷങ്ങളും ചെടികളും ഉണ്ടാവും, ജലജന്തുക്കളുണ്ടാവും വെള്ളത്തിൽ നിന്ന്. ഇതൊന്നും ഉണർവുള്ളതല്ല, അചേതനങ്ങളാണ്. ചേതനാവാനായ മനുഷ്യൻ്റെ മുഖത്തിൽ നിന്ന്, നാവിൽ നിന്ന്, മസ്തിഷ്കത്തിൽ നിന്ന്, ശബ്ദനാളത്തിൽ നിന്ന് മാത്രമേ ഈ വക സത്യങ്ങൾ പുറത്തു വരുള്ളൂ. കേട്ടോളൂ, ഗ്രഹിക്കൂ, ഉൾക്കൊള്ളൂ, അനുഭവിക്കൂ, ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്ഥാനം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ഭക്തൻ്റെ സ്ഥാനമാണ്, ഭക്തിയുടെ സ്ഥാനമാണ്. ആ ഭക്തിയുടെ പേരിൽ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തെങ്ങും പട്ട വീണമാരി വീണ് കൊഴിഞ്ഞു പോട്ടെ. ഒറ്റെണ്ണം ഉണ്ടാവരുത്. എന്തിനു വേണ്ടി ആഗ്രഹം? ആർക്ക് വേണ്ടി ആഗ്രഹം? ഈശ്വരൻ ആശിക്കുമോ? ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ഞാനും ആശിക്കില്ല. എന്താ ആ കൊച്ചുകുട്ടി പറഞ്ഞ്? ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ മുളയ്ക്കാതെ ആവട്ടെ എന്ന അനുഗ്രഹം തരൂ എന്നാണ് നരഹരിയോട് പറഞ്ഞത്. നരഹരി അതുവരെ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഒരു ഭക്തനിൽ നിന്നും കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഭാരതത്തിൻ്റെ മഹിമ, ഭാരതത്തിൻ്റെ മേന്മ, ഭാരതത്തിൻ്റെ പ്രഭാവം, ഭാരതത്തിൻ്റെ ഔന്നത്യം. ലോകമേ, നിൻ്റെ കയ്യിൽ നിന്ന് കാശെനിക്ക് വേണ്ട, ഒരണു പോലും എനിക്ക് വേണ്ട. ഞാൻ നിറഞ്ഞവനാണ്, തികഞ്ഞവനാണ്, തുളുമ്പുന്നവനാണ്. ലോകം മുഴുവനും എനിക്ക് പൂർണ്ണമാണ്, ഞാൻ പൂർണ്ണനായതിനാൽ. ഇതാണ് നമ്മുടെ നേട്ടം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉൾക്കൊള്ളുന്ന മഹാമനസ്സിനെ വളർത്തിയെടുക്കാൻ പഠിച്ച് തഴക്കം നേടിയിട്ടുള്ള നിസ്തുല മഹാത്മാക്കളുടെ നാടാണ് ഈ ഭാരതം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. 1400 കൊല്ലങ്ങൾ മുൻപ് എഴുതിയ ഗ്രന്ഥമാണത്രേ ശ്രീമദ് ഭാഗവതം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ഈ 1400 കൊല്ലത്തിൽ ആരുടെയെങ്കിലും ഒരു സാധനം, ഒരു വസ്തു ഇവിടെ തങ്ങി നിൽക്കുന്നുണ്ടോ? ഏതെങ്കിലും വീടോ പെരയോ ഓടോ വല്ലതും? പക്ഷേ ഈ പുസ്തകം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇതിനെ ഞാൻ സൂക്ഷിച്ചു കൊണ്ടുവന്നു. ഒരു വള്ളിയും പുള്ളിയും അതിൽ മാറിയിട്ടില്ല. കൃഷ്ണൻ ദ്വാരകയിലിരുന്ന് ഉദ്ധവനോട് പറഞ്ഞ വാക്കുകൾ വ്യാസദേവൻ എഴുതി വച്ചത് ഇതാ ഭൂമാനന്ദ സ്വാമി വായിച്ച് നിങ്ങളോട് പറയുന്നു. അവിടുന്ന് ഒരു വരയ്ക്കും, കൃഷ്ണനിൽ നിന്ന് വരച്ച് ഈ സ്വാമിയുടെ അവിടേക്ക് എത്തട്ടെ. ഒരു വിധത്തിലും മുറിഞ്ഞു പോകാതെ ഈ നൂലിവിടെ നിൽക്കുന്നുവപ്പാ. നിർത്തി നമ്മുടെ പുണ്യഭൂമി, അതിൻ്റെ മഹിമയുറ്റ സന്താനങ്ങൾ. ഇവിടെ എണ്ണത്തിൽ എത്രയുണ്ട് എന്നുള്ളതല്ല ചോദ്യം, വണ്ണത്തിൽ എത്ര പേരുണ്ടെന്നാണ്. ഞാൻ എപ്പോഴും പറയും, എ മാൻ ഈസ് ജഡ്ജ്ഡ് നോട്ട് ബൈ വാട്ട് ഹീ ഹാസ് ബട്ട് ബൈ വാട്ട് ഹീ ഈസ്. ഒരു മനുഷ്യനെ ഗണിക്കുന്നതും പരിഗണിക്കുന്നതും വിലമതിക്കുന്നതും അയാളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കിയിട്ടല്ല, അയാൾ എന്താണ് ആയിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ഏറ്റവും വലിയ നിധിയാണ് ഭക്തി. നിരപേക്ഷനും മുനിയും ശാന്തനുമായി വൈരബുദ്ധിയില്ലാതെ സമദർശനത്തോടുകൂടി ഉള്ളു നിറഞ്ഞു നടക്കുന്ന ഭക്തനുണ്ടല്ലോ, ആ ഭക്തനെ തേടി പിടിച്ച് അവൻ്റെ പിന്നാലെ ഞാൻ പോകുന്നു. അവൻ്റെ പാദധൂലിയേറ്റ് എനിക്ക് പവിത്രത കൈവരട്ടെ എന്ന് വിചാരിച്ച്. ഇതിലേറെ നമുക്ക് എന്തു വേണം? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എൻ്റെ കൂടെ ഈ ശ്ലോകം ഒന്ന് ചൊല്ലുമോ?
ആരും നിങ്ങളെ കൊണ്ട് ചൊല്ലിച്ചിട്ടുണ്ടാവില്ല. അവരുടെ മനസ്സിലൊന്നും ഇത് പെടില്ല, പെട്ടാലും പറയാൻ തോന്നില്ല. എന്താ കാരണം? ഈ ശ്ലോകം പറയുമ്പോൾ അതുപോലെ ആവണമല്ലോ, അതുപോലെ ആവാൻ മനസ്സ് തയ്യാറില്ല. ഇങ്ങനെ ആയാൽ എന്താ വിരോധം? ദാ ചൊല്ലു എല്ലാവരും. നിരപേക്ഷം മുനിം ശാന്തം, നിരപേക്ഷം മുനിം ശാന്തം, നിരപേക്ഷം മുനിം ശാന്തം, നിരപേക്ഷം മുനിം ശാന്തം, നിർവൈരം സമദർശനം, നിർവൈരം സമദർശനം, നിർവൈരം സമദർശനം, നിർവൈരം സമദർശനം, അനുവ്രജാമ്യഹം നിത്യം, അനുവ്രജാമ്യഹം നിത്യം, അനുവ്രജാമ്യഹം നിത്യം, അനുവ്രജാമ്യഹം നിത്യം, പൂയേയേത്യംഘ്രിരേണുഭിഃ, പൂയേത്യംഘ്രിരേണുഭിഃ, പൂയേയേത്യംഘ്രിരേണുഭിഃ, പൂയേത്യംഘ്രിരേണുഭിഃ. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമല്ലോ, നാം കഴിഞ്ഞ 7 ദിവസങ്ങളായി 8ാം ദിവസമായി ഇന്ന് നൈമിഷാരണ്യത്തിലെ 19ാം വാർഷിക ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, അതിലത്തെ തത്വപ്രവചന പരമ്പരയാണ് കേട്ടുകൊണ്ടുവന്നിരുന്നത്. 18 കൊല്ലം നൈമിഷാരണ്യത്തിൽ ഈ പരമ്പര നിർവിഘ്നം നടക്കുകയുണ്ടായി. ഇന്നും ഇപ്പം നമുക്ക് പറയാം നിർവിഘ്നം നടക്കുന്നു എന്ന്. എത്രയോ ജനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും വന്ന് ഈ സത്രം പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്നെ സന്തോഷിപ്പിച്ച, പ്രത്യേകിച്ചും കൃതാർത്ഥത നൽകിയ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ സത്രം കൊണ്ടു നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ടല്ലോ നമുക്ക്, ഭൂമാനന്ദ സ്വാമിക്ക്. പുരുഷോത്തമ സ്വാമിജി ദേഹം വിട്ട് കുറേ കാലമായി. അച്ചടക്കം പരിപാലിക്കണമെന്ന്. ആ സത്രശാലയിൽ ഒരാൾ ശ്രദ്ധ വിട്ട് വേറെ ഒന്ന് വായിക്കുക പിടിക്കുക അതൊന്നും ചെയ്യില്ല. അവരിയ്ക്കുന്ന കസാലയിൽ തന്നെ അവർ വന്നിരിക്കും. എങ്ങാനും ബാത്റൂമിലേക്കോ കുളിമുറിയിലേക്കോ പോയി വന്ന് കാലത്ത് 8-8:30 മണിക്ക് വന്ന് വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് പ്രദക്ഷിണവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചു പോകുന്ന ഭക്തന്മാരുണ്ട്. അവർക്ക് നിർവിഘ്നം കേൾക്കാൻ പറ്റണം, കാണാൻ പറ്റണം എന്ന് വിചാരിച്ചാണ് നമ്മൾ അന്നദാനം നടത്തുന്നത്. നൈമിഷാരണ്യത്തിൽ നടത്തുന്ന അന്നദാനം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നടത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അന്നം പാകം ചെയ്യുന്നത് നമ്മളല്ലല്ലോ. എല്ലാ തുറയിലും പ്രവർത്തിക്കാനുള്ള ആൾക്കാർ നല്ല മനസ്സോടുകൂടി സമാജ സ്നേഹത്തോടുകൂടി ജനിച്ചു വളർന്ന് വന്നാലേ സമാജം നന്നാവുള്ളൂ. നമുക്ക് നടത്തിക്കാൻ സാധിക്കും, നടത്തിക്കാൻ നമ്മൾ മതി. പക്ഷേ നടത്തുക എന്ന് പറയുന്നത് അതാത് ആൾക്കാർ വേണം. പരമാവധി നാം പരിശ്രമിക്കുന്നുണ്ട്. പ്രവക്താക്കളൊക്കെ വേണ്ടതുപോലെ വരണം. അവരെ വന്നാൽ അവരുടെ ഹിതാഹിതങ്ങൾ ആലോചിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകി, പ്രവചനം കഴിഞ്ഞ് അവർക്ക് വേണ്ട സത്കാരമുണ്ടെങ്കിൽ അത് കൊടുത്ത് നമസ്കരിച്ച് സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കണമെന്ന് ഞാൻ ആദ്യമേ മുതൽക്ക് നിർബന്ധിക്കാറുണ്ട്. അതുമാതിരി ഭക്തജനങ്ങൾക്ക് വിഷമമില്ലാത്ത തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കൊല്ലമാണ് സഭാനികേതന് വേണ്ടി പരിശ്രമിച്ചത്. എന്താ ഈ സഭാനികേതന് പരിശ്രമിച്ചേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉള്ളത് കേട്ടോളൂ. 18 കൊല്ലം എന്ന് വെച്ചാൽ 17 കൊല്ലം ഒരു വയൽ പ്രദേശത്താണിത് നടക്കുന്നത്. പന്തലിട്ടിട്ട് അവിടെ ഇരുന്നാണ് കേൾക്കുന്നത് മണിക്കൂറുകളോളം. ഭക്ഷണം കഴിക്കുന്നതും അവിടെ നിന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പൊടിയും പടലവും ഒക്കെ അവിടെ ഇല്ലാതെ ഇരിക്കില്ല. അപ്പോൾ ഈ വരുന്ന ആൾക്കാരിത് കൊല്ലം തോറും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ മനസ്സിൽ സങ്കല്പം. 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് കൊല്ലം തോറും നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന്. അപ്പോൾ ഈ എത്ര കാലമാണ് ഈ പൊടിപടലത്തിലിരുത്തി ഭക്ഷണം വരെ കൊടുക്കുക? അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു സഭാനികേതൻ നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ കൊല്ലം ആ സഭാഗൃഹത്തിൽ വെച്ച് തന്നെയാണ്, സഭാനികേതനിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. പണി മുഴുവനായിരുന്നില്ല. ഇക്കൊല്ലം നമുക്ക് പണി മുഴുവനാക്കി അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എന്ന് വിചാരിച്ചു. അതും കൊറോണ കൊണ്ട് നടന്നില്ല. എനിക്കതിൽ ഒരു തരത്തിലുള്ള വിഷമവുമില്ല.
എല്ലാം ഈശ്വരപ്രസാദമാണ്. കൊറോണയും അദ്ദേഹത്തിൻ്റെ പ്രസാദമാണ്. ആ ഭഗവാൻ തന്നെ പരിശ്രമിച്ചു വേണം നമ്മുടെ ഭാരതത്തിൽ ക്രമീകരിക്കാനും ഇല്ലാതെയാക്കാനും. നമ്മൾക്ക് മരുന്നും കാര്യങ്ങളും ഒക്കെ പരിശ്രമിക്കാം. എന്തൊക്കെ പരിശ്രമിച്ചാലും ഇത് ഉണ്ടാക്കണതും ഉണ്ടാക്കി തീർക്കണതും പ്രകൃതിയുടെ കോശമാണല്ലോ. ആ പ്രകൃതിയുടെ ഉടമസ്ഥത ആരുടെ കയ്യിലാണുള്ളത്? പുരുഷൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ പുരുഷനും പ്രകൃതിയും കൂടി വേണം നമ്മെക്കൊണ്ട് ഇത് സഹിപ്പിക്കാനും ഇത് ഉന്മൂലനം ചെയ്യാനും ഇല്ലാതെയാക്കാനും. ആ ഒരു വിശ്വാസവും വിവേകവും വിചാരവും നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു വിഷമവും ഇല്ല. മറ്റു പലതും പോലെ ഇത് നമുക്ക് വെള്ളപ്പൊക്കമുണ്ടായില്ലേ, വളരെയധികം കഷ്ടപ്പാട് വന്നുല്ലോ. ആ സമയത്തൊക്കെ മിണ്ടാതെ ഇരിക്കാതെ എവിടെ എന്ത് വേണമോ ചെയ്യാൻ ഞാനും ശരീരം കൊണ്ടാണെങ്കിൽ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ടാണെങ്കിൽ മനസ്സുകൊണ്ട്, കയ്യിലുള്ള വിഭവങ്ങൾ വഴിക്കാണെങ്കിൽ വിഭവങ്ങൾ വഴി സഹായിക്കാൻ ഓടിയെത്തണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചുമതല. ഇത് ഉണ്ടാവുന്നതും ഇല്ലാതെ ഇരിക്കുന്നതും നമ്മളെ കൊണ്ടല്ല. പക്ഷെ നമ്മുടെ മനസ്സിനെ അനുസരിച്ച് എല്ലാറ്റിനും മാറ്റം വരും, കുറവ് വരും. അങ്ങനെ ഈ സഭാനികേതൻ്റെ പണി ഈ കൊറോണ ഒക്കെ ഒന്ന് തീർന്ന് അത് വേണ്ടതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും അടുത്ത കൊല്ലമെങ്കിലും നമ്മൾ വിചാരിക്കുന്നു. ഇത്തവണ അത് മുടക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഓൺലൈനിലാണ്, നെറ്റ്വർക്ക് വഴി നമ്മൾ നടത്തിപ്പോരുന്നത്. വിഷ്ണു സഹസ്രനാമം അവസാനത്തെ ദിവസം നടത്താറുണ്ട്. ആൾക്കാർക്ക് ആർക്കും വന്നു കൂടാൻ അനുവാദമില്ലല്ലോ, പാടില്ല താനും. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം നടത്താൻ നമുക്ക് പറ്റിയിട്ടുമില്ല. ഇന്ന് വാസ്തവത്തിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ദിവസമാണ്. വേറെ പ്രവചനമൊന്നും ഉണ്ടാവില്ല. ആ വിഷ്ണു സഹസ്രനാമം നടത്തുന്ന സമയത്ത് ആ വിഷ്ണു സഹസ്രനാമം എങ്ങനെ ഉണ്ടായി, അത് അശ്വമേധ മഹായാഗത്തിന് തുല്യമാണ്. വിഷ്ണു സഹസ്രനാമ ജപം വളരെ പ്രധാനമാണ്. ഭഗവത്ഗീത പഠനം പോലെ, ഭാഗവത സങ്കീർത്തനം പോലെ, പാരായണം പോലെ എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും എന്നല്ലാതെ വേറെ പ്രവചനത്തിൻ്റെ ദിവസമല്ല. അന്ന് ഭക്തജനങ്ങൾ എല്ലാവരും വന്നുകൂടി സ്വയം അർച്ചന ചെയ്ത് കൃതാർത്ഥരായി അവിടുന്ന് പ്രസാദം അവർ പൂജ ചെയ്ത പുഷ്പങ്ങൾ തന്നെ വീട്ടിലുള്ളവർക്കും അയൽവാസികൾക്കും കൊണ്ട് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിട്ട. ആയിരക്കണക്കിന് ജനങ്ങൾ വിളക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് വളരെ അലങ്കരിച്ച ഒരു പന്തലിലാണ് എല്ലാം നടത്താറുള്ളത്. അത് ഇത്തവണ നമുക്ക് സാധിച്ചില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാപന സമ്മേളനം ഉണ്ടാവും. അതിൽ ചെറിയ തോതിലൊരു വിലയിരുത്തലും എല്ലാം കഴിഞ്ഞ് കൊടിയിറക്കുന്നതോടുകൂടി അവസാനിക്കും. ഇത്തവണ സമാപന സമ്മേളനം എന്നൊന്നുമില്ലല്ലോ, ആരുമില്ലല്ലോ അവിടെ. അതുകൊണ്ട് നമ്മുടെ പ്രൊഫസർ പത്മനാഭൻ നിങ്ങളോട് എല്ലാവരോടും ഒരു സമാപന രൂപത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന രൂപത്തിലോ പത്മനാഭൻ എന്ത് ഇഷ്ടമുണ്ടോ അതേമാതിരി ഒന്ന് സംസാരിക്കും. അത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെട്ട് നല്ല പോലെ നടക്കണം എന്നാണ് വിചാരം. ഇത് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ തന്നെ എല്ലാവരെയും ഇത് അറിയിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇത് അറിയിക്കണമെങ്കിൽ ഇതിൻ്റെ വർത്തമാനം ജനങ്ങൾക്ക് എത്തണം. വർത്തമാന പത്രങ്ങളൊക്കെ പ്രാദേശികമായ ഒരു സംഭവമായി ജില്ലാ വാർത്തയായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. കേരളത്തിലും വിദൂരങ്ങളിലുമുള്ള മലയാളം അറിയുന്നവർക്ക്, കേരളീയർക്കെല്ലാം എത്താവുന്ന തരത്തിൽ ഒരു ആഗോള വ്യാപകമായ ഒരു കാര്യം നടത്താൻ നമുക്ക് സാധിച്ചില്ല. ഇല്ല എന്ന് പറഞ്ഞുകൂടാ. വിഷ്ണു സഹസ്രനാമ ആഗോള യജ്ഞം, വിശ്വജനീനമായ ഒരു യജ്ഞം നടത്തി. അതിന് ഞങ്ങൾ ശങ്കര ടി വിയിലൂടെ എത്രയോ രാജ്യങ്ങൾക്ക് ചെല്ലുന്നതാണ്. അവരെ എല്ലാവരെയും ആ സംഭവം കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു, അതിന് മുതിർന്നു. അതേമാതിരി അടുത്ത കൊല്ലമോ അല്ല അതിനപ്പുറത്തുള്ളതോ ഒരു വിശേഷപ്പെട്ട ഒരു സംഭവം ലോകം മുഴുവനും അറിയത്തക്ക വിധത്തിൽ നൈമിഷാരണ്യത്തിൽ നടത്തണമെന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാവരെയും അറിയിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടതാണ്. അതിന് ഞങ്ങളുടെ കയ്യിൽ ഇതിനുള്ള പണമോ സൗകര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഞങ്ങൾ സന്യാസിമാരല്ലേ. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഭക്തന്മാരും ശിഷ്യന്മാരും ധർമ്മസ്നേഹികളും ഈ മാതിരി കാര്യങ്ങളിൽ താല്പര്യമുള്ളവരും എല്ലാവരും അവരുടെ പങ്കാളിത്തം പ്രകടമാക്കി ആ പങ്കാളിത്തത്തിലൂടെ തന്നെയാണ് ഇത് നടക്കുന്നത്. അങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കാം. പലർക്കും പല വിധത്തിലുള്ള കഴിവുകളും വിഭവങ്ങളും സാധ്യതകളുമാണല്ലോ. ഈ വർത്തമാനം കേരളത്തിൽ മുഴുവൻ ആദ്യമായി എത്തിക്കുക.
പിന്നെ കേരളക്കാരെ എവിടെയെല്ലാം വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ടോ അവരെയും എത്തിക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള സാങ്കേതികത നമ്മുടെ ടെക്നോളജി, സാങ്കേതിക വിദ്യ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ച് എത്തിക്കാൻ വളരെ വലിയ പണിപ്പാടും എല്ലാം വേണ്ടി വരും. ഇത്തവണ ഓൺലൈനിൽ ഞങ്ങളിത് ഇടുന്നുണ്ട്, യൂട്യൂബിൽ. ആ യൂട്യൂബിലിടുമ്പോൾ പലർക്കും ഇങ്ങനെ ഒരു സംഗതി നടക്കണു എന്നറിയാം. പക്ഷേ അത് യൂട്യൂബുള്ളവർക്കേ അറിയുള്ളൂ. അതല്ലാത്തവരെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അത് എത്തുമെന്ന് എനിക്ക് തോന്നണില്ല. തോന്നണമെങ്കിൽ ആ ടെലിവിഷന് കൂടെ തന്നെ എത്തിക്കണം. അതെങ്ങനെ സാധിക്കും, അതിനെന്താണ് ആവശ്യം, അതിന് വിഭവം എത്ര വേണ്ടി വരും എന്നെല്ലാം ആലോചിച്ച്, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടേ ആലോചിക്കുള്ളൂ. നിങ്ങൾക്ക് പലർക്കും ഞങ്ങളെക്കാൾ ബുദ്ധി കൂടും, പരിചയവും കൂടും. ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഞാനത് എല്ലാവരും അറിയാൻ വേണ്ടി പറയണു എന്ന് മാത്രം. അപ്പോൾ ഇത്തവണ പരിശ്രമിച്ചത് സഫലമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്തർജാലത്തിലൂടെയാണ്, ഇൻ്റർനെറ്റിലൂടെയാണ് ഇത് എല്ലാവരെയും അറിയിക്കാനായി ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അതിനും വളരെയധികം പ്രയത്നങ്ങളും കണ്ണുമിഴിച്ച് പലതും ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അശ്രാന്തമായ പരിശ്രമങ്ങൾ ആഴ്ചകളോളം നടത്തിയതിന് ശേഷമാണ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അന്തർജാലത്തിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കൂ. എനിക്ക് ഈ സഭാനികേതനിൽ വച്ച് ഒരു കെട്ടിടമുണ്ടാക്കിയതാണല്ലോ, ഒരു കാര്യമായ ഒരു വിഷ്ണു സഹസ്രനാമ മഹായജ്ഞം അവിടെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഒരു ജപം നടത്തണമെന്നുണ്ട്. കാലത്ത് നേരത്തെ 3 മണിക്ക് തുടങ്ങി ഒരു 9 മണി വരെ, ഏതാണ്ട് 9 അല്ലെങ്കിൽ 8 മണി വരെയോ സമയം കിട്ടും. ആ സമയത്ത് നമുക്ക് കോടിക്കണക്കിന് വിഷ്ണു സഹസ്രനാമം പലരും വന്ന് പങ്കെടുത്ത് നടത്തണം എന്നുണ്ട്. അതിനുശേഷം ആ സഹസ്രനാമം അർച്ചനയും ആയി ഒരു തവണയെങ്കിലും നമ്മുടെ സഭാനികേതൻ്റെ പവിത്രതയ്ക്കും അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നിർവിഘ്ന പരിസമാപ്തിക്കും വേണ്ടി ചെയ്യാം. അല്ല, സഭാനികേതൻ നിലവിൽ വന്നതോടുകൂടി ചുമതല കൂടുതലാണ്. മുമ്പ് നമ്മളൊരു പന്തലിടും, ആ പന്തൽ പൊളിച്ചു മാറ്റും. ഇതിപ്പോൾ ഇടലുമില്ല, പൊളിച്ചു മാറ്റലുമില്ല. അപ്പോൾ അതവിടെ നിൽക്കുകയാണ് ഒരു ആസ്തിയായിട്ട്. ആ നിൽക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് പല പുണ്യകർമ്മങ്ങളും നടത്താൻ സാധിക്കും. എന്താണ് നടത്താൻ പറ്റുക, എങ്ങനെയാണ് നടത്താൻ പറ്റുക, എന്താണ് ജനങ്ങൾക്ക് ആവശ്യം, അതെങ്ങനെ നമുക്ക് സാർത്ഥകമാക്കാം, സഫലമാക്കാം, ഈ ആലോചന ഞങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവണം. അതിന് ആർക്കാർക്കെല്ലാം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, സഹായിക്കാൻ പറ്റുമോ, അല്ല നിങ്ങളുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളും നമ്മളോട് പറയുക എന്ന് നമുക്കൊരു കൂട്ടായ ആലോചന നടത്തണം. എൻ്റെ മനസ്സിലുള്ള ഒരു വിചാരം എല്ലാം മനുഷ്യ മനസ്സിൽ നിന്നാണല്ലോ പുറപ്പെടുക. ഇപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എഴുതിയത് ആരാ? ഒരു 10-100 ആൾ കൂടി കുറുകുറൂന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു കൂട്ടുപ്രയത്നമാണോ അത്? അല്ല, ഒരു മഹർഷിയുടെ മനസ്സിൽ ഉദിച്ചതാണ്. ഒരു സ്ഥാപനം രൂപപ്പെടുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലാണ്, ആശയരൂപത്തിൽ. ആ ആൾ ബാക്കിയുള്ളവരോട് പറയുമ്പോൾ സമാന ചിന്താഗതിക്കാരതോടുകൂടി യോജിക്കും. യോജിച്ചിട്ട് ശരിയാണ്, ഞാനും വരാം, നമുക്ക് കൂടാമെന്ന് പറയും. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള ചിന്ത 5-10 പേരുടെ മനസ്സിൻ്റെ കൂട്ടുചിന്തയായി. അങ്ങനെ കൂട്ടുചിന്ത വരുന്നതോടുകൂടി അവർ പലതും ആലോചിച്ച് പ്രവർത്തിക്കും. ഒരു മംഗളവാക്യമുണ്ട്, എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? 5-6 ആൾ ഒന്നിച്ചു കൂടിയിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. നമ്മൾ വിചാരിക്കാത്ത ചില ആലോചനയൊക്കെ അവിടെ വരും. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് നമുക്കൊരു സ്ഥലം ഉണ്ടാക്കുക എന്നായി. കുറേ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ വന്ന് കൂടാലോ, സ്വതന്ത്രമായി സംസാരിക്കാം, ആലോചിക്കാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാമെന്ന ആലോചന തുടങ്ങി ഓരോരോ പരിപാടി ആവിഷ്കരിച്ച് അങ്ങനെയാണത് വളർന്നു പോവുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത്ര നാളും ഇല്ലാത്ത ഒരു സൗകര്യമാണ് സ്ഥലം. 40,000 ചതുരശ്ര അടി 2 ഫ്ലോറിലായിട്ട് 2 നിലയിലായിട്ടുണ്ട് അവിടെ സഭാനികേതൻ. അപ്പോൾ അതിൽ നമുക്ക് പുണ്യകർമ്മങ്ങളോ ഇങ്ങനെയുള്ള തപഃപ്രധാനമായ കാര്യങ്ങളെ മാത്രമേ നടത്താവൂ എന്നുണ്ട്. ബാക്കി ഒരു കാര്യത്തിനും അത് ഉപയോഗിക്കരുത്. അത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണത് വികസിപ്പിക്കുക എന്നാലോചിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഒട്ടാകെ ഒരു വിപ്ലവാത്മകമായ മാറ്റം വരട്ടെ. എന്താണ് നമ്മുടെ സംസ്കാരം, എന്താണ് പുണ്യകർമ്മം? അദൃശ്യമായി ശരീരത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന മനസ്സിനെയും ബുദ്ധിയെയും
വേണ്ടതുപോലെ പുഷ്ടിപ്പെടുത്തി കാര്യക്ഷമമാക്കി നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധി വരുത്താനും ലോകത്തിന് തന്നെ മുന്നേറാനും എങ്ങനെ സഹായിക്കാൻ പറ്റും. അനീതികളും അക്രമങ്ങളും വിട പറയിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ പലതും ആലോചിച്ച് പലതും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു സ്ഥലവും ഒരു പ്രേരണയും ആയിത്തീരട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് നല്ല കുട്ടികൾ ജനിക്കണം എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്കിനി കുട്ടികളുണ്ടാവില്ല എന്നുള്ള പ്രായമായിട്ടുണ്ടാവും അച്ഛനമ്മമാർക്ക്. പക്ഷേ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ, അവരുടെ കുട്ടികൾ തലമുറകളായി, മനുഷ്യ തലമുറ നിൽക്കാൻ പോകുന്നില്ലല്ലോ ഇന്നും നാളെയും. അപ്പോൾ തലമുറകളായി നല്ല കുട്ടികൾ ജനിക്കണം. ആ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് കുടുംബസ്നേഹമാണ്. തത്തുല്യമായ സമാജ സ്നേഹം വേണം. വ്യക്തിയുടെ പെരുക്കമാണ് കുടുംബം, കുടുംബത്തിൻ്റെ പെരുക്കമാണ് സമാജത്തിൻ്റെ ഒരു ഭാഗം. ആ സോഷ്യൽ സെഗ്മെൻറ്റിൻ്റെ കൂട്ടായ്മയാണ് രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം. അങ്ങനെ അനവധി രാജ്യങ്ങൾ കൂടുമ്പോഴാണ് ലോകം അല്ലെങ്കിൽ ഭൂമണ്ഡലമാകുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. വ്യക്തി. അപ്പോൾ വ്യക്തിയുടെ മനസ്സ്, നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ടാകുമ്പോൾ വീട്ടുകുട്ടി എന്ന് പറഞ്ഞ് വളർത്തരുത്. നീ രാജ്യത്തിൻ്റെ പൗരനാണ്, ലോകത്തിൻ്റെ പൗരനാണ്. രാജ്യത്തിനും ലോകത്തിനും വേണ്ട കാര്യങ്ങൾ ക്ഷേമമായി ചെയ്യാൻ നിനക്ക് സാധിക്കണം. ആർക്കും നിന്നെ നോക്കി ഒരു ദൂഷ്യം പറയാനുണ്ടാവരുത്. എല്ലാവർക്കും ഒരു അഭിമാന പുത്രനും പുത്രിയുമായി വളരണം എന്നിങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് പാസ്പോർട്ട് തരുന്നത് നമ്മുടെ രാജ്യമാണ്. വീട്ടു പാസ്പോർട്ട് ആർക്കുമില്ല, സംസ്ഥാന പാസ്പോർട്ടും ആർക്കുമില്ല. നമുക്ക് രാജ്യ പാസ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ കുട്ടികൾ നമ്മുടെ രാജ്യപൗരന്മാരാണ്, ലോകപൗരന്മാരാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി നല്ല ഒരു സമാജീയത എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ. പലതരത്തിലും അത് സൃഷ്ടിക്കാം. പക്ഷെ നമ്മൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്തിയിലൂടെയും സംസ്കാരത്തിലൂടെയും ധർമ്മബോധത്തിലൂടെയുമാണ്. ഇതാണ് നമുക്ക് ആവശ്യം. അതിന് ഈ നൈമിഷാരണ്യം ഒരു പ്രധാനപ്പെട്ട സങ്കേതമായി വളർന്നു വരട്ടെ, വികസിക്കട്ടെ. അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കൂ. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വളരെ വളരെ വിലപ്പെട്ടവരാണ്. ആ വില മനസ്സിലാക്കി വേണം നിങ്ങൾ വളരാനും വികസിക്കാനും എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും അത് ചെയ്യാനും. ഞാൻ മനസ്സ ആലിംഗനം ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഹരി ഓം തത്സത്. ജയ ഗുരു. ഞാനൊരു ശ്ലോകം പറഞ്ഞ് പതുപോലെ നിർത്താം. കൂട്ടായി നമുക്ക് ഒരു ഓങ്കാരവും ജപിക്കാം. ലോകത്തിൽ മുഴുവനും ആ കൂട്ടധ്വനി വ്യാപിക്കണം എന്ന് വിചാരിച്ച്. ജയതു ജയതു ദേവോ ദേവകീനന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ, ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ, സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ, ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ, കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സ്. എല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ. കണ്ണടയ്ക്കൂ. വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നമ്മുടെ ഈ സംയുക്ത ജപമുണ്ടല്ലോ, ലോകം മുഴുവനും വ്യാപിച്ച് ഭൂമിയിലുള്ള ചരാചരങ്ങൾക്ക് എല്ലാറ്റിനും തന്നെ സമാധാനവും ശാന്തിയും തൃപ്തിയും ഉണ്ടാക്കട്ടെ. മനസ്സങ്ങോട്ട് വികസിക്കട്ടെ. ഓ
ഹരി ഓം തസ്. ജയ ഗുരു, ജയ ഗുരു. എല്ലാവരും നന്നായിരിക്കും.